കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷൻ ബൈ ടി വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ഈ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ചെയ്ത് നിർത്തിയത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി മൈനസ് ഇ റൈസ് ടു മൈനസ് ബി ടി ബൈ ടി എന്നുള്ള ക്വസ്റ്റ്യൻ വരെ അല്ലേ. സോ അവിടെ ഈ ഇക്വേഷൻസ് എല്ലാം നമ്മളൊന്ന് റീകോൾ ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. നമുക്ക് ത്രൂ ഡെറിവേഷൻ്റെ സമയത്ത് നമുക്കിത് ആവശ്യം വരും. ആൻഡ് ഡിവിഷൻ ബൈ ടി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ 100% പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കാണ് ഈ പറയുന്ന ഡിവിഷൻ ബൈ ടി എന്ന് പറയുന്നത്. ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ വളരെ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡിവിഷൻ ബൈ ടി, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡി എസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ ആണേ. എല്ലാവരും പെട്ടെന്ന് പഠിച്ചേ. ഇത് പഠിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഓൾറെഡി 1-2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ക്വസ്റ്റ്യനും പിന്നെ ബാക്കി വരുന്ന ടോപ്പിക്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണോ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഡി എസ്. ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നതാണ് എന്ത്, എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിരുന്നു. സോ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കയറാണ്. ഈ ക്ലാസ്സോടുകൂടി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം കംപ്ലീറ്റ് ചെയ്യാണ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ഡിവൈഡഡ് ബൈ ടി. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ റിപ്പീറ്റഡ് ആണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t ബൈ ടി. ഇപ്പം സ്വാഭാവികമായിട്ടും ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് വരിക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ് വരിക? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് എന്നാണ് നമുക്ക് ആൻസർ വരിക എന്നറിയാം. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണോ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ആളാണ് മുകളിൽ നിൽക്കുന്ന ഫംഗ്ഷൻ. ആരാണ്? സൈൻ 2t അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 2t. സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം. എന്താണ് സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം? എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ശരിയല്ലേ? സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, സൈൻ 80യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 80 എന്താണെന്ന് നമ്മൾ പഠിച്ചു ഇന്നലെ. എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ സൈൻ 2tയുടെ എന്ത് വരും? 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4. സൈൻ 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസിന് പകരം എന്ത് കൊടുക്കുക? ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ്. 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 കൊടുക്കുക. 2 ഇങ്ങോട്ട് ഔട്ട് സൈഡ് എടുത്താൽ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും അല്ലേ. 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് എന്ന് വരും. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് എന്ന് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഡി എസ് എന്ന് വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താണോ? 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ. ശരിയല്ലേ? നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ. ഇത് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഇന്നലെ റീകോളിൽ നമ്മൾ പറഞ്ഞ ഇക്വേഷനാണ്. ഇതാണ്ട് നമ്മുടെ 8ാമത് കിടക്കുന്ന ഇക്വേഷൻ. ഇൻ്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ശരിയല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇത് പരീക്ഷയ്ക്ക് ചെയ്യേണ്ടി വരും. യെസ്, മുഹമ്മദ് ആഫ്റ്റർ ദ ലൈവ് വീഡിയോ ചാനലിൽ അപ്ലോഡ് ആവും. ലൈവിന് ശേഷം വീഡിയോ ചാനലിൽ അപ്ലോഡ് ആവും. ഓക്കെ, സോ അത് പ്രകാരം എന്താണ് വരിക? 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ. ശരിയല്ലേ? 1 ബൈ എ ടാൻ ഇൻവേഴ്സ് എസ് ബൈ എ ആണ്. സോ അത് പ്രകാരം എന്ത് വരും?
2 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ്. ഇതിനെങ്ങനെ എഴുതാം? എസ് ടു ഇൻഫിനിറ്റി 1/s² പ്ലസ് 4നെ നമുക്ക് 2² എന്ന് എഴുതാം അല്ലേ, ds. സോ പുറത്തൊരു 2 ഉണ്ട്. ഇനി ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാണ്. 1/a എന്ന് പറയുമ്പോൾ 1/2 ടാൻ ഇൻവേഴ്സ്, s/a എന്ന് പറയുമ്പോൾ s/2. ഇനി ആ ടാൻ ഇൻവേഴ്സിന് മാത്രം, ഫംഗ്ഷന് മാത്രം നമ്മൾ ലിമിറ്റ് കൊടുത്താൽ മതി. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എസ് മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ 2ഉം 2ഉം ക്യാൻസൽ ആവും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. ശരിയാണല്ലോ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്സിന് ഇൻഫിനിറ്റി കൊടുക്കുക. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി 2 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി തന്നെയാണ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി റീകോളിൽ പഠിച്ചതാണ്. എന്താണ് ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി? π/2, 9ാമത്തെ ഇക്വേഷൻ അല്ലേ. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? π/2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി വരും. ആൻസർ എന്താണ്? π/2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസ്സിന് എസ് തന്നെയാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് s/2. ഇത് നമ്മൾ ഇന്നലെ റിസൾട്ട് പഠിച്ചു. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് s/2 എന്താണ്? കോട്ട് ഇൻവേഴ്സ് s/2 ആണ് അല്ലേ. കോട്ട് ഇൻവേഴ്സ് s/2 ആണ്. കാരണം ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2 അല്ലേ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് π/2 അല്ലേ. ആ റിസൾട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ലാസ്റ്റ് വൺ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് s/a എന്താണ്? കോട്ട് ഇൻവേഴ്സ് s/a ആണ് നമ്മുടെ 10ാമത്തെ റിസൾട്ട്. ഇതെല്ലാം പണ്ട് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഒന്നുകൂടെ ഒരുമിച്ച് ഓർമ്മപ്പെടുത്തിയതാണ് ഇതെല്ലാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. ആൻഡ് വൺ ഓഫ് ദ റിപ്പീറ്റഡ് വൺ. sin 2t/tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 2/s² പ്ലസ് 4 നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഔട്ട്സൈഡ് എടുക്കുക. 1/a² പ്ലസ് s² പ്ലസ് a². 1/a ടാൻ ഇൻവേഴ്സ് s/a ആണ് അതിൻ്റെ ഇൻ്റഗ്രൽ. ആഫ്റ്റർ ദ ഇൻ്റഗ്രേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി വരും. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രീസ് ആണ്. π/2 റേഡിയൻ ആണ്. സോ π/2 മൈനസ് ലോവർ ലിമിറ്റ് എസ്സിന് എസ് തന്നെയാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് s/2. π/2ൽ നിന്നും ടാൻ ഇൻവേഴ്സ് s/2 കുറച്ചാൽ എന്ത് കിട്ടും? കോട്ട് ഇൻവേഴ്സ് s/2. ക്ലിയർ അല്ലേ? കോട്ട് ഇൻവേഴ്സ് s/2 ആണ് ആൻസർ വരാം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കേ. സ്ഥിരം വൺ ഓഫ് ദ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഷോ ദാറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin² t divided by t is 1/2 log root s² plus 4/s. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തേ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണ് വരിക? ഇത് ഏത് രൂപത്തിലാണ് നിൽക്കുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t/t) രൂപത്തിലാണ്. ശരിയല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് f(t/t) എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ നമുക്കറിയാം. ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പം എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന മുകളിൽ നിൽക്കുന്ന ഫംഗ്ഷൻ എന്താണ്? sin²t. sin²tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ എങ്ങനെ മാറ്റേണ്ടി വരും? sin²t എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. നമ്മൾ കുറേ ചെയ്തു. sin² എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2t ആണ്. ശരിയല്ലേ? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2t ആണ്. സോ 1/2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യെസ് ഉണ്ടാവും ഉറപ്പായിട്ട് ചോദിക്കും. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച 7 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല. ഞാൻ 2015 മുതലുള്ള 7 മാർക്ക് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2015ലും 16ലും 17ലും ഒക്കെ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അല്ലാണ്ട് പുതിയ സാധനമൊന്നും ചോദിക്കില്ല. എല്ലാം ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. ഇതേ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് ചോദിക്കും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. സ്ഥിരം ചോദിക്കുന്നതാണ്. യെസ്. സോ sin²t നമ്മൾ എങ്ങനെ മാറ്റണം? 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2t എന്ന് മാറ്റണം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് കോസ് 2t എന്ന് വരും. ശരിയല്ലേ? സോ 1/2 ഇൻറ്റു 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s, കോസ് 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം s/s² പ്ലസ് 4 അല്ലേ? 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s, കോസ് 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s/s² പ്ലസ് 4. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നേരിട്ട് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? എന്ത് വരും?
ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസിന് പകരം എന്ത് കൊടുക്കുക, ഒരു 1/2 ഉണ്ട്, അത് നേരെ ഔട്ട് സൈഡ് നിർത്താം. ബാക്കി 1/s മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ഇത്രയും ഡി എസ് അല്ലേ. സോ 1/2 ഇൻറ്റു 1/sൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, ലോഗ് എസ് മൈനസ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ നമുക്ക് ലോഗ് ഡിനോമിനേറ്റർ കൊടുക്കാം. ശരിയാണല്ലോ. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ആൻസർ ലോഗ് ഡിനോമിനേറ്റർ കൊടുക്കാം. പക്ഷേ എസ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2s ആണ്, പക്ഷേ മുകളിൽ എസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബാലൻസിങ് പരിപാടി ചെയ്യും. മുകളിൽ ഒരു 2 കൊടുത്തുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ ഞാൻ താഴെ ഒരു 1/2 കൊടുക്കും. ഇപ്പോൾ എഴുതിയ സ്റ്റെപ്പ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ റെഡ് കളർ കൊണ്ട് അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മുകളിൽ ഒരു 2 കൊടുത്തുകൊണ്ട് താഴെ അത് ബാലൻസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും, ഒരു 1/2 കൊടുക്കും. ഓക്കെ, ഇപ്പോൾ എന്തായി, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അതേപോലെ ന്യൂമറേറ്റർ കിട്ടും. ശരിയല്ലേ. ആ 1/2 ഇങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് 4 ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2s ആണ്, അത് നേരെ മുകളിലുണ്ട്. ആൻസർ എന്ത് വരും, ലോഗ് ഡിനോമിനേറ്റർ, അതായത് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4. ഓക്കെ, ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്, എസ് മുതൽ ഇൻഫിനിറ്റി വരെ. ഇനി നേരിട്ട് കയറി ലിമിറ്റ് അപ്ലൈ ചെയ്യരുത്. ലോഗ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി തന്നെയാണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് പോകും, അതായത് നോട്ട് ഡിഫൈൻഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. സോ അതുകൊണ്ട് നമുക്ക് ഫർദർ സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. ഓക്കെ, ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, എൻ ലോഗെ പ്രകാരം ഈ 1/2നെ നമ്മൾ ലോഗിൻ്റെ പവറിലേക്ക് വിടും. ശരിയല്ലേ. എൻ ലോഗെ എന്താണെന്ന് അറിയാം. എൻ ലോഗെ എന്ന് പറഞ്ഞാൽ എന്താണ്, ലോഗ് എ റൈസ് ടു എൻ ആണ്. ശരിയാണല്ലോ. എൻ ലോഗെ എന്ന് പറഞ്ഞാൽ ലോഗ് എ റൈസ് ടു എൻ ആണ്. അപ്പോൾ അത് പ്രകാരം ഈ 1/2 നേരെ ഈ ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ പവറിലേക്ക് പോകും. ഇപ്പോൾ പുറത്തൊരു 1/2 ഉണ്ട്, ലോഗ് എസ് മൈനസ് ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4ൻ്റെ പവറിലേക്ക് ആര് വരും, 1/2 വരും. ഓക്കെ, ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ശരിയാണല്ലോ, ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എനി ഫംഗ്ഷൻ ഓർ നമ്പർ റൈസ് ടു ഹാഫ് ഈസ് അണ്ടർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊരു സംഖ്യയോ ഫംഗ്ഷനോ ആയിക്കോട്ടെ, ഇപ്പം എക്സ് റൈസ് ടു ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് എക്സ് ആണ്. ശരിയല്ലേ. ഇപ്പോൾ റൂട്ട് 2നെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 2 റൈസ് ടു ഹാഫ് എന്ന് എഴുതാം. അപ്പോൾ ഈ ലോഗ് എസ് സ്ക്വയർ പ്ലസ് 4 റൈസ് ടു ഹാഫിനെ ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ബാക്കി എന്ത് വരും, 1/2 ഇൻറ്റു ലോഗ് എസ് മൈനസ് ആ ഹാഫ് എന്നുള്ളത് റൂട്ടായിട്ട് വരും, ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ശരിയല്ലേ. ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ ഉണ്ട്, എസ് ടു ഇൻഫിനിറ്റി. ഇപ്പോഴൊന്നും ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം എന്താണ്, ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് ഇൻഫിനിറ്റി തന്നെ ആയി പോകുന്നുള്ള പ്രശ്നം കാരണം ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് വരും സാധനം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നിലവിൽ കൊടുക്കാൻ പറ്റില്ല. സിംപ്ലിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടേ നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇനി എന്ത് അപ്ലൈ ചെയ്യണം, ലോഗ് എ മൈനസ് ലോഗ് ബി അപ്ലൈ ചെയ്യണം. ശരിയല്ലേ. ലോഗ് എ മൈനസ് ലോഗ് ബി അപ്ലൈ ചെയ്യണം. എന്താണ് ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. ശരിയാണല്ലോ, ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ അത് പ്രകാരം ലോഗ് എസ് മൈനസ് ലോഗ് റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ലോഗ് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും അല്ലേ. എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. ഇപ്പോഴും ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. എസ്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോം വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിനോമിനേറ്ററിൽ റൂട്ടിനുള്ളിൽ എസ് സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു ലോഗ് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എസ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി വരിക 1 പ്ലസ് 4 ബൈ എസ് സ്ക്വയർ ആണ്. ശരിയല്ലേ. എസ് സ്ക്വയർ പുറത്തെടുത്താൽ ബാക്കി വരും എന്താണ്, എസ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 ബൈ എസ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അവിടെ റൂട്ട് എസ് സ്ക്വയർ എന്നുള്ളത് എസ് ആയിട്ട് പുറത്ത് വരും. ഇപ്പോൾ റൂട്ട് ഓഫ് എ ബി എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതാം. ഇപ്പോൾ റൂട്ട് ഓഫ് എസ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4 ബൈ എസ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം, രണ്ട് പേർക്കും സെപ്പറേറ്റ് റൂട്ട് കൊടുക്കാം അല്ലേ. റൂട്ട് എസ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 പ്ലസ് 4 ബൈ എസ് സ്ക്വയർ എന്ന് വരും. എസ് സ്ക്വയറിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എസ് തന്നെയാണ്, ദാറ്റ് ഈസ് എസ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് 4 ബൈ എസ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, LKG പിള്ളേരെ കാണിക്കുന്ന പോലെ സ്റ്റെപ്പ് എല്ലാം കാണിക്കുകയാണ്, ഇതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് എല്ലാ പഴുതുകളും അടച്ച് എല്ലാ സ്റ്റെപ്പും പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഒരു ചെറിയ രീതിയിലുള്ള കൺഫ്യൂഷൻസിന് പോലും ഇടയുണ്ടാവരുത്. യെസ്, സോ ദിസ് ഈസ്
ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എസ് മുതൽ ഇൻഫിനിറ്റി വരെ. സോ 1/2 ഇൻറ്റു, ഇനി ഞാൻ ലോഗ് എസ് ഡിവൈഡഡ് ബൈ, ഇത് ചെയ്ത് ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്ത് വരും? എസ് ഇൻറ്റു റൂട്ട് 1 പ്ലസ് 4/s² വരും ഡിനോമിനേറ്റർ. ഓവർ ദ ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? എസ് മുതൽ ഇൻഫിനിറ്റി വരെ. ഇനി ആ എസും എസും ക്യാൻസൽ ഔട്ട് ചെയ്യണം, എന്നിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. അപ്പോൾ ഈ ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി എന്നുള്ള സീൻ മാത്രമേ വരുള്ളൂ, അത് 0 ആയി പോവുകയും ചെയ്യും. ഓക്കെ, എസും എസും വെട്ടിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും എസ് വരുന്ന ആ ഒരു പ്രശ്നം അങ്ങോട്ട് ഒഴിവാകും. എസും എസും വെട്ടിക്കഴിഞ്ഞാൽ മുകളിലും താഴെയും എസ് വരുന്ന പ്രശ്നം അങ്ങോട്ട് ഒഴിവാകും. ഇനി ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 4/∞² വരുള്ളൂ അല്ലേ? എസിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇവിടെ 4/∞² വരുള്ളൂ. ഇൻഫിനിറ്റി ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. സോ ഇപ്പോൾ എന്താണ് വരിക? ദാറ്റ് ഈസ് 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുത്താൽ ഇനി ലോഗ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ലോവർ ലിമിറ്റ് കൊടുത്താൽ എസ്സിന് എന്ത് തന്നെയാണ് കൊടുക്കുന്നത്? എസ് തന്നെയാണ് കൊടുക്കുന്നത്. സോ ലോഗ് ഓഫ് 1/√1 പ്ലസ് 4/s² എന്ന് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 1/2 ഇൻറ്റു ലോഗ് 1 എന്നുള്ളത് 0 ആണ്, മൈനസ് ലോഗ്, ഇത് അഗെയിൻ ക്രോസ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരിക. പഴയ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന s/s² പ്ലസ് 4ലേക്ക് തന്നെ തിരിച്ചു വരും. എങ്ങനെയാണ്? വീണ്ടും ക്രോസ് ചെയ്യുക, s² പ്ലസ് 4/s² വരും, s²ൻ്റെ റൂട്ട് എസ് വരും, അത് നേരെ മുകളിൽ പോവും, s/s² പ്ലസ് 4 തന്നെ തിരിച്ചു കിട്ടും. അത് നേരെ വന്ന വഴിയിൽ നോക്കി എഴുതാവുന്നതേ ഉള്ളൂ. s/s² പ്ലസ് എന്താണ്? 4, അതിന് റൂട്ട് ഉണ്ട്. ഓക്കെ, s/√s² പ്ലസ് 4 തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഒഴിവാക്കാനായിട്ട് അത് നേരെ പവറിലേക്ക് പോവാം. √s² പ്ലസ് 4/s ആണ്. യെസ്, കറക്റ്റാണ്. അതായത് ഹാഫ് ഇൻറ്റു നമുക്ക് വരുന്നത് മൈനസ് ലോഗ് എസ് ഡിവൈഡഡ് ബൈ √s² പ്ലസ് 4 ആണ് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ മൈനസിനെ നമുക്ക് ഒഴിവാക്കണം അല്ലേ? മൈനസിനെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി? നമ്മൾ നേരെ പവറിലേക്ക് വിടുക, നെഗറ്റീവ് നേരെ പവറിലേക്ക് വിടുക. സോ ഹാഫ് ഇൻറ്റു, കാരണം ഹാഫിനെയും കൂടെ വേണമെങ്കിൽ മണ്ടയ്ക്ക് വിടാം, അതിൻ്റെ ആവശ്യമില്ല. കാരണം ഹാഫ് നമുക്ക് റിസൾട്ടിൽ അവർ ചോദിക്കുന്നുണ്ട്. ഹാഫ് ഇൻറ്റു ലോഗ് എന്ന് തുടങ്ങണം. അപ്പോൾ ഹാഫിനെ അനക്കണ്ട, മൈനസ് മാത്രം മണ്ടയ്ക്ക് വിട്ടാൽ മതി. ലോഗ് s/√s² പ്ലസ് 4 റേസ് ടു -1 എന്ന് വരും അല്ലേ? അപ്പം a/b റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? b/a ആണെന്നറിയാം അല്ലേ? ഇത് നേരെ തിരിച്ചിട്ടാൽ മതി, ആൻസറോ? ഇത് നേരെ തിരിച്ചിട്ടാൽ ആൻസറായി. ഓക്കെ, അത് തന്നെയല്ലേ ഇവിടെ ആൻസർ. ലോഗ് 1/2 ലോഗ് s/√s² പ്ലസ് 4 ആണ്. √s² പ്ലസ് 4/s. a/b റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? b/a ആണ്. ശരിയാണല്ലോ? അപ്പോൾ അത് നേരെ തിരിച്ചിട്ടാൽ ആൻസറായി. അപ്പോൾ ഫൈനൽ ആൻസർ ഞാൻ മുകളിലോട്ട് എഴുതുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ്, ഇത് നേരെ തിരിച്ചിടുക, √s² പ്ലസ് 4 മുകളിൽ വരും, എസ് താഴെ വരും. ഇതാണ് ആൻസർ വരിക. ഹാഫ് ഇൻറ്റു ലോഗ് √s² പ്ലസ് 4 മുകളിൽ വരും, എസ് താഴെ വരും. ക്ലിയർ ആണോ? ഇവിടെ ഇത് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംപ്ലിഫിക്കേഷനിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം കേട്ടോ. സിംപ്ലിഫിക്കേഷൻ പക്കയായിരിക്കണം. 7 മാർക്കിന് കറക്റ്റ് സ്റ്റെപ്പ് മാർക്ക് ഉള്ളതാണ്. ഈ സ്റ്റെപ്സൊക്കെ കറക്റ്റായിട്ട് എഴുതി വന്നാലേ ആ സ്റ്റെപ്പ് മാർക്ക് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ഇൻ്റഗ്രൽസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. ഇനി നമുക്ക് 3-4 ടോപ്പിക്സ് വരുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്, അത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ 7 മാർക്കിന് വരുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, പിന്നെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പഠിച്ചതിന് ശേഷം സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പഠിക്കണം, സെക്കൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയും. അതിനുശേഷം ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ അഥവാ ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം, പിന്നെ കൺവല്യൂഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇൻ്റഗ്രൽസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് എന്നുള്ളത് നോക്കിയോളൂ.
തിയറമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തങ്ങ് എഴുതുക എഫ് ഓഫ് എസ്, എന്നിട്ടൊരു 1/s പ്രിയർ ആയിട്ട് ചേർത്താൽ മതി, അതിന് മുന്നോടിയായിട്ട് ചേർത്താൽ മതി. 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും ആൻസർ വരിക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെന്നറിയാലോ. സോ 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആയിരിക്കും ആൻസർ വരിക. ഓക്കെ ആണോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻ ലാപ്ലേസ് 7 മാർക്കിന് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫൈൻ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t t e−4t sin 3t dt. അപ്പം ഇൻ്റഗ്രൽ ഉണ്ട്. ഇൻ്റഗ്രൽ ഉണ്ടെങ്കിൽ ഈ അകത്ത് കിടക്കുന്ന സാധനത്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു 1/s ചേർത്താൽ മതി. അതായിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, അകത്ത് കിടക്കുന്ന ആളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അവിടെ ആദ്യമേ നമുക്ക് sin 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം t ഇൻറ്റു sin 3tയുടെ എടുക്കാം. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t ഇൻറ്റു sin 3t ആദ്യം എടുക്കാം. ഓരോന്നായിട്ട് ചേർത്ത് വരാം നമുക്ക്. അപ്പം ഇത് ഏത് ഫോർമാറ്റ് വെച്ച് ചെയ്യണം? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t ഇൻറ്റു എഫ് ഓഫ് ടി. ടി ഇൻറ്റു എഫ് ഓഫ് ടി ഇന്നലെ നമ്മൾ പഠിച്ചു. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് ടി ആണ്. -d/ds ഓഫ് എഫ് ഓഫ് എസ് അല്ലേ? എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് അല്ലേ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് എന്തെന്ന് പറയുന്നത്? എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? സോ എഫ് ഓഫ് ടി ആരാ ഇവിടെ? ഇപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ sin 3t ആണ്. sin 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെറിവേറ്റീവിൻ്റെ നെഗറ്റീവ് ആയിരിക്കും t sin 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. യെസ്, എല്ലാ മൊഡ്യൂൾസും ഉണ്ടാവും. കാണാൻ ആളുണ്ടെങ്കിൽ ലൈവ് എടുത്തു തരുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആൾക്കാരെ കൊണ്ടുവരേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഇവിടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. 9 പേര്, 10, 20, 10, 15 പേരൊക്കെ കാണുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടുവരാം. ഓക്കെ, സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t ഇൻറ്റു sin 3t. സോ -d/ds ഓഫ് sin 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. എന്താണ്? 3/s² + 9 വരും. ശരിയാണല്ലോ? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. -3 ഇങ്ങോട്ട് മാറ്റി നിർത്താം. d/ds ഓഫ് 1/s² + 9 എന്ന് വരും. ഓക്കെ, ഇത് നമ്മൾ കോഷ്യൻ റൂൾ എടുക്കേണ്ട ആവശ്യമില്ല. 1/xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? -1/x² ആണ്. അപ്പോൾ അത് പ്രകാരം ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ 1/x ആയിട്ട് സങ്കല്പിക്കുക. -1/s² + 9ൻ്റെ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ s² + 9. ചെയിൻ റൂൾ പ്രകാരം അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? s² ഡെറിവേറ്റീവ് ഒരു 2s വരും. 9ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആൻസർ എന്താണ് വരിക? ഒരു -2 മൈനസുകൾ പ്ലസ് ആവും. 2 × 3 6s/s² + 9 ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ? 6s/s² + 9 ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതാണ് t sin 3tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. പിന്നെ ഒരു e−4t ഉണ്ട്. അപ്പോൾ ഒരു ഷിഫ്റ്റിങ് നടന്നിട്ടുണ്ട്. ശരിയല്ലേ? അല്ലേ? ഷിഫ്റ്റ് ചെയ്യുന്ന എളുപ്പമാണല്ലോ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഒരു e−4t കൂടെ ചേർത്തോളൂ. e−4t ഒരു t ഉണ്ട്, sin 3t ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? എസിനെ ഷിഫ്റ്റ് ചെയ്ത് ഇത് എഫ് ഓഫ് എസ് ആണ്. e−4t ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രകാരം അതെന്താണ്? എഫ് ഓഫ് എസ് പ്ലസ് എ ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എഫ് ഓഫ് എസ് പ്ലസ് 4 എന്ന് വരും. എസ് മാറ്റി എസ് പ്ലസ് 4 ആക്കുക. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അല്ലേ? എസ് മാറ്റി എസ് പ്ലസ് 4 ആക്കുക. 6 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് 9. അതിനൊരു ഹോൾ സ്ക്വയറും കൂടെ കൊടുത്തേക്കാം. ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ള ആളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമായി. ഉള്ളിൽ കിടക്കുന്ന ആളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമായി.
ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ഇൻ്റഗ്രലിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഒരു 1/s കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഫ് ഓഫ് എസ്, ഇതാണ് നമ്മുടെ ഫൈനൽ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇൻ്റഗ്രലിൻ്റെ ആൻസർ ആണ് ചോദിക്കുന്നത്. ഇൻ്റഗ്രലിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഓഫ് എസിന് മുന്നോടിയായിട്ട് ഒരു 1/s കൂടെ ചേർത്താൽ ആ ഇൻ്റഗ്രലിൻ്റെ ആൻസറായി. സോ ഫൈനൽ ആൻസർ എന്താണ് വരിക? ഇൻ്റഗ്രൽ 0 to t t into e raised to minus 4t sin 3t is equal to ഒരു 1/s കൂടെ വരും അല്ലേ? 1/s ഇൻറ്റു മുകളിൽ 6 ഇൻറ്റു ഒരു 1/s ഇൻറ്റു ഇപ്പോൾ കിട്ടിയ സാധനം കൊടുത്താൽ മതി. 1/s ഇൻറ്റു 6 ഇൻറ്റു എസ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എന്ത് വരും? ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. എസ് പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് 9 ദ ഹോൾ സ്ക്വയർ. ഒരു 1/s കൂടെ അതിന് മുന്നോടിയായിട്ട് വരുന്നേ ഉള്ളൂ. ഇതായിരിക്കും ഫൈനൽ ആൻസർ വരിക. കൂടുതൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകണ്ട, വേണമെങ്കിൽ ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് ഇച്ചിരൂടെ ഒക്കെ സോൾവ് ചെയ്തിടാം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടം വരെ എഴുതിയാലും ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് 7 മാർക്കിന് പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽ 0 to t e raised to minus t sin t by t dt. ഓക്കെ, നമ്മൾ പഠിച്ചു ഇൻ്റഗ്രൽ 0 to t ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ e raised to minus t sin t by t dt-യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/s ഇൻറ്റു എഫ് ഓഫ് എസ് ആണെന്ന് അറിയാം അല്ലേ? 1/s ഇൻറ്റു എഫ് ഓഫ് എസ്. ഈ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? e raised to minus t sin t by t. ഇതാണ് നമ്മുടെ എഫ് ഓഫ് ടി. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ എഫ് ഓഫ് എസ് കൂടെ കിട്ടുന്ന ഉത്തരത്തിനെ ഒരു 1/s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയി. ശരിയല്ലേ? ആ എഫ് ഓഫ് എസ് കൂടെ കിട്ടുന്ന ഉത്തരത്തിനെ ഒരു 1/s കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയി. ഓക്കെ, എന്തുവരും? എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കണമെങ്കിൽ എഫ് ഓഫ് ടി ബൈ ടി ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എഫ് ഓഫ് ടി ബൈ ടിയുടേത് എന്താണ്? ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ മുകളിൽ കിടക്കുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി സൈൻ ടി. സൈൻ ടിയുടേത് എന്താണെന്നറിയാം? 1/s² പ്ലസ് 1 ആണെന്നറിയാം. ആ എസ് ഇ റൈസ് ടു മൈനസ് ടി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എസ് പ്ലസ് 1 ആവും. 1/s+1ൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും അല്ലേ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. 1/s+1ൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഓക്കെ ആണല്ലോ? അല്ലാന്നുണ്ടെങ്കിൽ സൈൻ ടി ബൈ ടി മാത്രം സെപ്പറേറ്റ് ചെയ്യാം, എന്നിട്ട് ലാസ്റ്റ് ഇ റൈസ് ടു മൈനസ് ടി ചേർത്താലും മതി. ഒരു കാര്യം ചെയ്യാം, സൈൻ ടി ബൈ ടി സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്താലും കിട്ടും. കുറച്ചുകൂടെ എളുപ്പമാക്കണമെങ്കിലേ നമുക്ക് സൈൻ ടി ബൈ ടിയുടെ അങ്ങ് ചെയ്യാം. എന്നിട്ട് ഇ റൈസ് ടു മൈനസ് ടി ഷിഫ്റ്റിംഗ് അവസാനം ചെയ്താലും മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇങ്ങനെ ചെയ്യാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ ടി എന്താണ്? ഓരോന്നോരോന്നായിട്ട് ചെയ്തു പോകാം. സൈൻ ടിയുടെ എന്താണ്? 1/s² പ്ലസ് 1 ആണ്. ഇപ്പോൾ സൈൻ ടി ബൈ ടിയുടെ എന്ത് വരും? സൈൻ ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? സൈൻ ടി ബൈ ടി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി സൈൻ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s² പ്ലസ് 1 ds. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ടാൻ ഇൻവേഴ്സ് എസ് ആണ് അല്ലെ? 1/1 ടാൻ ഇൻവേഴ്സ് എസ് ബൈ 1 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എസ് ആണ്. ഓവർ ദ ലിമിറ്റ് എസ് ടു ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്നുള്ളത് π/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എസിന് പകരം എസ് തന്നെ. π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് ഇൻവേഴ്സ് എസ്. ഇപ്പോൾ സൈൻ ടി ബൈ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കോട്ട് ഇൻവേഴ്സ് എസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു ഇ റൈസ് ടു മൈനസ് ടി. അപ്പോൾ ഷിഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, അത് അവസാനം കൊടുക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഏറ്റവും അവസാനം എസ് മാറി s+1 അങ്ങ് ആക്കിയാൽ മതി.
അതിന് മുൻപ് ബാക്കി ചെയ്തിട്ട് ഞാൻ മുമ്പേ കാണിച്ച പോലെ ആദ്യമേ ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാം. അതിൽ സീനൊന്നുമില്ല. ആൻസർ ഒക്കെ ഫൈനലി സെയിം ആയിരിക്കും. ഇത് ഇച്ചിരി എളുപ്പമാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ബൈ ടിയും കൂടെ വരികയാണെങ്കിൽ ഷിഫ്റ്റിങ്ങും കൂടെ ചെയ്യണം. എസ് മാറ്റിക്കൊണ്ട് എസ് പ്ലസ് വൺ ആക്കണം അല്ലേ. ഇപ്പോൾ കോട്ട് ഇൻവേഴ്സ് എസ് ആണ് ആൻസർ, അത് എസ് പ്ലസ് വൺ ആക്കണം. ഓക്കെ, അപ്പോൾ ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടി. ഇനി അതിനോടൊരു 1/s കൂടെ ചേർത്താൽ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി. ഉള്ളിലുള്ള ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ ഒരു 1/s കൂടെ ചേർത്താൽ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി. സോ ഇന്റഗ്രൽ 0 to infinity e raised to minus t sin t by t dt എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ വരിക? 1/s into f of s എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് ഇൻവേഴ്സ് എസ് പ്ലസ് വൺ. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എസ് പ്ലസ് വൺ. സോ 1/s into കോട്ട് ഇൻവേഴ്സ് എസ് പ്ലസ് വൺ. 7 മാർക്കാണ്, വളരെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഒരുപാട് സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈസി ടു സ്കോർ 7 മാർക്സ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ളത്, ഇത് 3 മാർക്കാണ്. ഇവിടുന്ന് ഡയറക്ട്ലി ചോദ്യങ്ങൾ ചോദിക്കുന്നത് 3 മാർക്കിന് മാത്രമേ കാണാറുള്ളൂ. പിന്നെ ഇത് 7 മാർക്കിന് വരുന്നത് എവിടെയാണ്? ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ഇതേ സെയിം സാധനം എത്ര മാർക്കിന് വരുന്നത്? 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. എഫ് ഓഫ് ടിയുടെ എഫ് ഡാഷ് ടി ഒരു ഡെറിവേറ്റീവിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എസ് കൊണ്ട് ഗുണിക്കണം, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എസ് കൊണ്ട് ഹരിക്കണം. അത് കണക്ട് ചെയ്ത് വെച്ചാൽ എളുപ്പമാണ്. എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0. ഇതൊരു ലോജിക്കാണ്, ബിൽഡ് ചെയ്താൽ എളുപ്പമാണ്. എഫ് ഡബിൾ ഡാഷ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് 0. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ടി എന്തായിരിക്കും? എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് 0 എന്ന് വരും. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എഴുതാൻ പക്ക അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ അവസാനം നമ്മൾ ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ള സെക്ഷനകത്ത് നമ്മളിത് മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ടി വരും. മുഹമ്മദ്, ഈ ചാപ്റ്റർ ഭയങ്കര പാടാണല്ലേ. ട്രാൻസ്ഫോംസിന് അതിൻ്റെതായൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പഠിക്കാണ്ട് വേറെ നിവൃത്തിയില്ലല്ലോ. അടുത്തത് ഇതിനേക്കാളും ചെയ്യാനുള്ള ഇതിന് ടോപ്പിക്സ് കുറവാണ്. കമ്പാരിറ്റീവ്ലി ടോപ്പിക്സ് കൂടുതൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിലാണ്, പക്ഷെ ലെങ്ത് കൂടുതൽ, ചെയ്തെടുക്കുന്നതിൽ ലെങ്ത് കൂടുതൽ ഫൊറിയർ ട്രാൻസ്ഫോമിലാണ്. കുറച്ച് മെനക്കെടണോടോ, എങ്കിലേ ഇത് രക്ഷയുള്ളൂ. സപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൻ്റെ ഇരട്ടി പാട് പിന്നെ പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുക. ഫസ്റ്റ് ചാൻസിൽ തന്നെ മര്യാദയ്ക്ക് പഠിച്ച് കയറി പോവാം. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 4' ഉണ്ടെങ്കിലോ, ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരെണ്ണം കൂടെ എഴുതുന്നു. 4' ഒന്നും വരെ ചോദിച്ചിട്ടില്ല, ചോദിക്കുകയില്ല. മാക്സിമം പോയാൽ എഫ് ട്രിപ്പിൾ ഡാഷ് വരെ ചോദിക്കുള്ളൂ. എസ് റൈസ് ടു 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് 0 മൈനസ് എഫ് ട്രിപ്പിൾ ഡാഷ് 0. ഇങ്ങനെയാണ് വരിക. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി. 3 മാർക്കിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ. Using Laplace transform of derivatives, find the Laplace transform of sin square t. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് sin square t നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. 1 minus cos 2t by 2 ആക്കിയിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാൻ അറിയാം. അങ്ങനെ ചെയ്താൽ മാർക്ക് കിട്ടില്ല. അവർ പറയുന്നുണ്ട് ഇവിടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നേരിട്ട് ചെയ്താൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ എഫ് ഓഫ് ടി എന്നുള്ളത് സൈൻ ടി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. 2 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിട്ട് ചൂസ് ചെയ്യണം? എന്താണോ തന്നിട്ടുള്ളത് അത് എഫ് ഓഫ് ടി ആയിട്ട് എടുക്കുക, സൈൻ സ്ക്വയർ ടി ആയിട്ട് എടുക്കുക. ഇനി എഫ് ഡാഷ് ടി കണ്ടുപിടിക്കുക. സൈൻ സ്ക്വയർ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 2 sin t ഇൻറ്റു ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ചെയിൻ റൂൾ അല്ലേ. ചെയിൻ റൂൾ പ്രകാരം
ഏറ്റവും പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ സ്ക്വയർ ആണ്. അപ്പോൾ സൈൻ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2 sin t ഇൻറ്റു അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ sin t ആണ്. sin t യുടെ ഡെറിവേറ്റീവ് എന്ത് വരും? cos t. ഓക്കെ, ചെയിൻ റൂൾ പ്രകാരം 2 sin t cos t എന്ന് വരും. ജെഇ അഡ്വാൻസ്ഡ് ഹെൽപ്പ് ചെയ്യോ? നോക്കാൻ സമയം കിട്ടുന്നതാണെങ്കിൽ ജെഇ അഡ്വാൻസ്ഡ് ഒക്കെ നമ്മൾ വീഡിയോസ് ചെയ്യാം. ജെഇ ഒക്കെ ഞാൻ എടുക്കാറുള്ളതാണ്. സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കാം. ഓക്കെ, 2 sin t cos t എന്താണ്? 2 sin t cos t sin 2t ആണ്. പഠിച്ചിട്ടുണ്ട്. 2 sin theta cos theta എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2 theta ആണ് അല്ലേ? അപ്പൊ അത് sin 2t എന്ന് വരും. f dash t എന്ന് പറഞ്ഞാൽ എന്താണ്? f dash t എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2t ആണ്. f dash t എന്ന് പറഞ്ഞാൽ എന്താണ്? sin 2t ആണ്. ഇത്രയൊക്കെ ആണോ? ഇനി ഞങ്ങൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഡാഷ് ടി. ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് ഉപയോഗിച്ചില്ല എന്നുള്ളൊരു പരാതി തീർന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. എഫ് ഡാഷ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചു. എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് 0 ആണ്. ഈക്വൽ ടു sin 2t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 2/s² പ്ലസ് 4. ഇനി s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ sin² t. അതാണ് നമുക്ക് വേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് വേണ്ടത് നമുക്ക്. എഫ് ഓഫ് 0 എന്താണ്? എഫ് ഓഫ് ടി sin² t ആണ്. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ടിക്ക് 0 കൊടുക്കുക അല്ലെ? sin² 0 എന്ന് വരും. അതെന്താണ്? 0 ആണ്. ശരിയാണല്ലോ. sin² 0 വരും. അതെന്താണ്? 0 ആണ്. ഇപ്പൊ എഫ് ഓഫ് 0 എന്നുള്ള സാധനം 0 ആയി അല്ലേ? ഈക്വൽ ടു 2/s² പ്ലസ് 4 എന്ന് വരും. സോ എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നതാണ് 2/s² പ്ലസ് 4. അവിടുന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എസ് ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ മതി. 2/s ഇൻറ്റു s² പ്ലസ് 4 എന്ന് വരും അല്ലേ? 2/s ഇൻറ്റു s² പ്ലസ് 4 എന്ന് വരും. ഇതാണ് ആൻസർ വരും. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ sin² t. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ sin² t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. sin² t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. sin² t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 2/s ഇൻറ്റു s² പ്ലസ് 4. 2/s ഇൻറ്റു s² പ്ലസ് 4. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ വൺ ഓഫ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചോണം. ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എ പാർട്ടിൽ 3 മാർക്ക് സെക്ഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് പ്രഡിക്റ്റഡ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോർമൽ മെത്തേഡിൽ sin² ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. അങ്ങനെ ചെയ്താൽ ഇതിന് മാർക്ക് കിട്ടില്ല. ഇങ്ങനെ തന്നെ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ്. Using Laplace transform of derivatives, find the Laplace transform of t cube. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടി ക്യൂബിനെ എഫ് ഓഫ് ടി ആയിട്ട് എടുക്കുക. ഓരോന്നും കണ്ടുപിടിച്ചേക്കുക. എഫ് ഡാഷ് ടി എന്ന് പറഞ്ഞാൽ ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3t². എഫ് ഡബിൾ ഡാഷ് ടി എന്ന് പറഞ്ഞാൽ 3t² ഡെറിവേറ്റീവ് 6t. എഫ് ട്രിപ്പിൾ ഡാഷ് ടി എന്ന് പറഞ്ഞാൽ 6t യുടെ ഡെറിവേറ്റീവ് 6. ഓക്കെ, അടുത്ത ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് എഴുതണ്ട. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ടി എടുക്കുക. എന്നിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ടിയുടെ ഫോർമുല എന്താണ്? s³ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് s² ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് 0 അല്ലേ? സോ ഇനി നമുക്ക് ഇവർ ബാക്കി പറയുന്ന ആൾക്കാരൊക്കെ എളുപ്പമാണ്. എഫ് ഓഫ് ടി ടി ക്യൂബ് ആണ്. അപ്പോൾ എഫ് ഓഫ് 0ന്റെ ക്യൂബ് 0 ആയിരിക്കും. എഫ് ഡാഷ് 0 3 ഇൻറ്റു 0² 0 ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് 0 6 ഇൻറ്റു 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന 3 പേരും എന്തായിപ്പോയി? 0 ആയിപ്പോയി അല്ലെ? ഈ പറയുന്ന 3 ആൾക്കാരും 0 ആയിപ്പോയി. ഇനി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ട്രിപ്പിൾ ഡാഷ് ടി 6 ആണെന്നറിയാം അല്ലെ? അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 6 ആണ് s³ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത്. ശരിയാണല്ലോ. കോൺസ്റ്റന്റിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? കോൺസ്റ്റന്റ് ബൈ എസ് ആണ്.
ശരിയല്ലേ? കോൺസ്റ്റന്റിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? കോൺസ്റ്റന്റ് ബൈ എസ് ആണ്. 6ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 6 ബൈ എസ് ആണ്. ദാറ്റ് ഈസ് എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി. എഫ് ഓഫ് ടി ആണ് നമ്മുടെ ചോദ്യം, ടി ക്യൂബ്. ശരിയല്ലേ? സോ എഫ് ഓഫ് ടിക്ക് പകരം വേണമെങ്കിൽ ടി ക്യൂബ് എന്ന് കൊടുക്കാം. ഈ എസ് ക്യൂബ് നേരെ താഴെ ഇറക്കുക. സോ അപ്പോൾ എന്ത് വരും? 6 ബൈ എസ് ഇൻറ്റു എസ് ക്യൂബ് ആണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആരാണ്? ടി ക്യൂബ്. അപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായില്ലേ? Therefore ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എന്ത് വരും? 6 ബൈ എസ് റൈസ് ടു 4. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എന്താണ് വരിക? 6 ബൈ എസ് റൈസ് ടു 4. ഓക്കെ ആണോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എന്താണ് വരിക? 6 ബൈ എസ് റൈസ് ടു 4. എഫ് ഓഫ് 0 0 വരും, എഫ് ഡാഷ് 0 0 വരും, എഫ് ഡബിൾ ഡാഷ് 0 0 വരും. എന്താണ് സി ജെ മനസ്സിലാവാത്തെ? അതായത് നേരെ ഫോർമുലയാണ്. എഫ് ട്രിപ്പിൾ ഡാഷ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പുറം ഫോർമുല പഠിച്ചില്ലേ, അത് നേരെ കൊടുത്തേ ഉള്ളൂ. ഇപ്പുറം എഴുതിയിട്ടുണ്ട്. എഫ് ട്രിപ്പിൾ ഡാഷ് ടിയുടെ എന്താണ്? എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു എഫ് ഡാഷ് 0 മൈനസ് എഫ് ഡബിൾ ഡാഷ് 0. അവിടെ എന്താണോ ചോദിക്കുന്നത് അത് എഫ് ഓഫ് ടി ആയിട്ട് എടുക്കുക, എന്നിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കോൺസ്റ്റന്റ് നമുക്ക് അറിയാവുന്ന ഒരു ഡെറിവേറ്റീവിലേക്ക് എത്തുമ്പോൾ നിർത്താം. ഇപ്പൊ ഇപ്പുറത്ത് നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ തന്നെ നമുക്ക് സൈൻ 2t ആണ് കിട്ടിയത്. സൈൻ 2tയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാം, 2 ബൈ എസ് സ്ക്വയർ പ്ലസ് 4 ആണെന്ന് അറിയാം. അപ്പം ലാപ്ലേസ് ട്രാൻസ്ഫോം അറിയാവുന്ന ഒരു വാല്യൂവിലേക്ക് എത്തിയാൽ നിർത്താം. ഇപ്പൊ ടി സ്ക്വയറിന്റെയും ടിയുടെയും ഒക്കെ അതിനേക്കാളും എളുപ്പം 6ന്റെ എടുക്കുന്നതല്ലേ. കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ബൈ എസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. അപ്പൊ 6ന്റേത് 6 ബൈ എസ് വരും. പിന്നെ നമുക്ക് എഫ് ഓഫ് ടിയുടെ എടുക്കാൻ എളുപ്പമാണ്. ബാക്കി എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ക്യൂബ് ആണ്. അപ്പൊ ടി ക്യൂബിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എസ് ക്യൂബ് ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ എന്ത് വരും? 6 ബൈ എസ് റൈസ് ടു 4 വരും അല്ലെ. ടി ക്യൂബിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് വരിക? 6 ബൈ എസ് റൈസ് ടു 4. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ബൈ എസ് റൈസ് ടു 4. വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then we are moving on to unit step function or Heaviside യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അടുത്ത നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പഠിക്കണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ എന്തറിഞ്ഞിരുന്നേ പറ്റുള്ളൂ? എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, എന്താണ് ഹെവിസൈഡ്സ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കുക. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അബൌട്ട് ദ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു എ ഈസ് ഡിഫൈൻഡ് ആസ് u of t minus a is equal to 0 for t less than a and 1 for t greater than a. അതായത് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. t ഈക്വൽ ടു a എന്ന് പറയുന്ന പോയിന്റിന് മുൻപ് ആണ് t ലെസ് ദാൻ a എന്ന് പറയുന്നത്. അവിടെ എല്ലാം ഇവിടെ ഒറിജിനിലാണ്, അതായത് 0 ആണ് നമ്മുടെ ഗ്രാഫിൽ വരിക. 0 ആണ് അല്ലേ വരിക. ഈ ഒരു പോർഷൻ ഇത് 0 ആണ്. പിന്നെ ഒരു t is equal to a എന്നുള്ള പോയിന്റിൽ അതിനൊരു ഹൈറ്റ് വരും. ഒരു 1 ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഈ കറസ്പോണ്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ 1 ആണ് നമ്മുടെ പോയിന്റ്. ആ 1ന് ശേഷം എന്താവും? 1ന് ശേഷം പിന്നെ 1 ആണ്. പിന്നീട് അങ്ങോട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈ ഒരു സാധനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഒരു പർട്ടിക്കുലർ വാല്യൂവിന് മുൻപ് 0യും പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം 1ഉം അങ്ങനെ ഉത്തരം കിട്ടുന്ന ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പൊ എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത 3 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. Find the Laplace transform of unit step function. അപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി വെക്കുക. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണ്? u of t minus a is equal to u of t minus a is equal to 0 for t less than a and 1 for t greater than a അല്ലേ. u of t minus a is equal to 0 for t less than a and 1 for t greater than a. ഇതാണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ത് വരും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് u of t minus a വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈക്വൽ ടു
ഇത് പ്രോബ്ലം ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്, നേരിട്ട് ഡിറൈവ് ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആണ്, കാണാണ്ട് പഠിച്ചു വെക്കേണ്ട ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ബേസിക് ഡെഫിനിഷൻ ഇന്റഗ്രൽ 0 to infinity somewhat e raised to minus st into f of t dt. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇവിടെ നമുക്ക് t ഗ്രേറ്റർ ദാൻ എയിൽ മാത്രമേ വാല്യൂ ഉള്ളൂ, അതായത് സംതിങ് a to ഇൻഫിനിറ്റിയിൽ മാത്രമേ നമുക്ക് 1 എന്നുള്ള ആൻസർ ഉള്ളൂ. അതിന് മുൻപെല്ലാം 0 ആണ്. അപ്പൊ നമ്മുടെ ലിമിറ്റ് ഒരു a to ഇൻഫിനിറ്റി എന്ന് നമ്മൾ മാറ്റുന്നു. e raised to minus st into ആ a to ഇൻഫിനിറ്റിയിലുള്ള ആൻസർ 1 ആണ്, നമ്മുടെ f of t 1 ആണ്. ആ f of t ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? 1 കൊടുക്കുന്നു, dt. ഓക്കെ, സോ e raised to minus st നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു a to ഇൻഫിനിറ്റിയിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ആണ് ചെയ്യേണ്ടത്. e raised to minus st യുടെ ഇന്റഗ്രൽ എന്താണ്? e raised to minus st ഡിവൈഡഡ് ബൈ മൈനസ് s ഓവർ ദ ലിമിറ്റ് a to ഇൻഫിനിറ്റി. അപ്പർ ലിമിറ്റ് കൊടുത്താൽ e raised to minus ഇൻഫിനിറ്റി വരും. e raised to minus ഇൻഫിനിറ്റി 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുത്താൽ ടിക്ക് വരെ എ വരും അല്ലെ. e raised to minus എസ് എ ബൈ മൈനസ് എസ് എന്ന് വരും അല്ലെ. ഇപ്പൊ രണ്ട് മൈനസുകൾ പ്ലസ് ആവും. e raised to minus എ എസ് എന്ന് എഴുതാം, എ എസ് ബൈ എസ്. e raised to minus എ എസ് ബൈ എസ് ആണ് എന്തെന്ന് പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? e raised to minus as by s. Therefore, Laplace transform of u of t minus a is equal to, ഇത് കാണാണ്ട് പഠിച്ചു വെക്കണം, e raised to minus as by s. പ്രോബ്ലത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നേരിട്ട് 3 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെയും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നേരിട്ട് എടുക്കേണ്ടി വരും. സോ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ഉടനെ e raised to minus as by s ആണെന്ന് പറയാം. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? e raised to minus as by s ആണ്. വാട്ട് ഈസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ? e raised to minus as by s. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? e raised to minus as by s ആണ്. പഠിച്ചോ? എല്ലാവരും പഠിച്ചോ? കാണാതെ അറിഞ്ഞിരിക്കണം. എല്ലാവരും ഒന്ന് പഠിച്ചേ. ഇപ്പം ഇത് ഡിറൈവ് ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഡെറിവേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സിലബസ്. വിത്തൗട്ട് പ്രൂഫ് എന്ന് എടുത്ത് പറയുന്നത് കൺവല്യൂഷൻ തിയറം മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡെറിവേഷൻ ഉൾപ്പെടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് ചോദിച്ച ഡെറിവേഷൻ ആണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 7 മാർക്കിന് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യം തന്നെയാണ്. ഓക്കെ, ഇപ്പൊ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അഥവാ സെക്കൻഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിക്കണം. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ആണെങ്കിൽ ഒരു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, യു ഓഫ് ടി മൈനസ് എ എന്നുള്ളത് എ എന്നുള്ള പോയിന്റ് 1 ആണെങ്കിൽ അത് ആക്ച്വലി നമ്മൾ അതിന്റെ വാല്യൂ 1 ആയിട്ട് തന്നെയാണ് എടുക്കുക. ദാറ്റ് ഈസ് ഒരു e raised to minus as ഇൻറ്റു എന്തായിരിക്കും? എഫ് ഓഫ് എസ് ആയിരിക്കും. അവിടെ യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. അപ്പൊ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിനകത്ത് കൂടെ നിൽക്കുന്ന ആളാണ് ആര്? ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിനകത്ത് എന്തുണ്ടാവും? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ടാവും. ഇവിടുന്നും 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീവിയസ്ലി 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കും. 2 ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. സോ കോൾഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയാം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഒരു എഫ് ഓഫ് ടി മൈനസ് എ. ഈ എഫ് ഓഫ് ടി എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. ഓക്കെ, എഫ് ഓഫ് ടി മൈനസ് എ ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ യു ഓഫ് ടി മൈനസ് എ വെച്ചുകൊണ്ട് എഫ് ഓഫ് ടി മൈനസ് എ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് എഫ് ഓഫ് ടി നമ്മൾ എടുക്കണം. ആ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ എന്തുണ്ടാവും? e raised to minus as ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ അത് ക്ലിയർ ആയി വരും. 3-4 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഓക്കെ ആവും. 3-4 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതങ്ങ് ക്ലിയർ ആവും. യെസ്, ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഫോർ ടി
for t greater than or equal to 3 and 0 for t less than 3. So Laplace transform of f of t is equal to എങ്ങനെ എഴുതാം? Laplace transform of നമുക്ക് ഇവിടെ ടി ആണ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എയുടെ വാല്യൂ എന്താണ്? 3 ആണ്. അപ്പൊ ടി മൈനസ് എ കൊണ്ടുവരണം. അപ്പൊ ഞാനൊരു ടി മൈനസ് 3 കൊണ്ടുവരണം. അത് ബാലൻസ് ചെയ്യാൻ ഞാനൊരു +3 കൊടുക്കണം. ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 കൊടുക്കാം. യു ഓഫ് ടി മൈനസ് 3യുടെ വാല്യൂ എന്താണെന്ന് അറിയാം, 1 ആണെന്ന് അറിയാം. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫസ്റ്റിലേ നമുക്ക് കിട്ടണം. ടി ലെസ് ദാൻ 3ൽ നോക്കേണ്ട ആവശ്യമില്ല. ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3ൽ നമ്മുടെ വാല്യൂ എന്നുള്ളത് ടി ആണ്. പക്ഷെ നമുക്ക് എഫ് ഓഫ് ടി എന്നുള്ളത് ടി ആണെന്ന് അറിയാം. നമുക്കൊരു എഫ് ഓഫ് ടി മൈനസ് എ കൊണ്ടുവരണം. ഈ ഒരു സാധനം കിട്ടണം. എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ കിട്ടണം നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ടി മൈനസ് 3 കൊണ്ടുവരാൻ വേണ്ടി ടി മൈനസ് 3 + 3 എന്ന് എഴുതുന്നു. ഇൻറ്റു എന്താണ്? ഒരു യു ഓഫ് ടി മൈനസ് 3. ഇനി അത് 1-2 എണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. അത് 1-2 എണ്ണം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഈ ടി മൈനസ് 3നെ എനിക്ക് ഒറ്റയ്ക്ക് വേണം. അപ്പൊ ടി മൈനസ് 3 ഇൻറ്റു, ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ചെയ്യേണ്ടത്. യു ഓഫ് ടി മൈനസ് 3 ഉള്ളിലേക്ക് വരും. +3 ഇൻറ്റു ഈ യു ഓഫ് ടി മൈനസ് 3 ഇങ്ങടേക്കും വരും. ഓക്കെ. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇവിടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് ഉപയോഗിക്കാം. ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3ന്റെ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സെക്കൻഡ് ഷിഫ്റ്റിംഗ് ഉപയോഗിക്കണം. എന്താണ് ഇപ്പം നമ്മൾ പഠിച്ചു? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ആ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് സോ കോൾഡ് ദിസ് എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം, ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s². അപ്പം ഇ റൈസ് ടു, അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് 3. രണ്ടുപേർക്കും ഞാൻ സെപ്പറേറ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കുകയാണ്. ഇതിന്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്താണ്? സെക്കൻഡ് ഷിഫ്റ്റിംഗ് പ്രകാരം ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ് അല്ലേ? അപ്പം ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 1/s². ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആരാണ്? 1/s². അവിടെ എയുടെ പ്ലേസിൽ 3 ആണ്. അപ്പം ഇ റൈസ് ടു മൈനസ് 3s എന്ന് കൊടുക്കുക. ഇ റൈസ് ടു മൈനസ് 3s ഇൻറ്റു 1/s². അപ്പോൾ അവിടെ കഴിഞ്ഞു. ഇനി 3 ഇൻറ്റു യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമ്മൾ നേരത്തെ പഠിച്ചു. യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അതിനാണ് കാണാതെ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞത്. എന്താണ്? ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ആണ് അല്ലെ? ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ആണ്. അപ്പൊ ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ് എന്ന് വരും. ക്ലിയർ ആണല്ലോ? സോ അതായത് ഇ റൈസ് ടു മൈനസ് 3s ബൈ s² പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ്. വേണമെങ്കിൽ ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ് ഒക്കെ കോമൺ ഒക്കെ എടുത്തിട്ട് ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. ഇവിടം വരെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇ റൈസ് ടു മൈനസ് 3s ബൈ s² പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ് എന്ന് വരും. ഇ റൈസ് ടു മൈനസ് 3s ബൈ s² പ്ലസ് 3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 3s ബൈ എസ് എന്ന് വരും. ഇത് വന്ന ക്വസ്റ്റ്യൻ ആണേ, നോക്കി വെച്ചോണേ, ഇമ്പോർട്ടന്റ് ആണേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1ന്റെ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. ഈ യു ഓഫ് ടി മൈനസ് 1 കൂടെ കാണുമ്പോഴേ ആലോചിച്ചോണം, അത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ് ചെയ്യേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1ന്റെ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1. സോ അവിടെ ടി മൈനസ് 1 ഓൾറെഡി വന്നിട്ടുണ്ട്, ശരിയല്ലേ? ടി മൈനസ് 1 വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് ടി ആരായിരുന്നിരിക്കണം? എഫ് ഓഫ് ടി എന്നുള്ളത് t² ആയിരുന്നിരിക്കണം. അങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് 1 എന്തായത്? ടി മൈനസ് 1ന്റെ സ്ക്വയർ ആയത്. ശരിയാണല്ലോ? അപ്പൊ എഫ് ഓഫ് ടി എന്നുള്ളത് t² ആയിരുന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഇ റൈസ് ടു മൈനസ് എ എസ്. എ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1s എന്ന് പറഞ്ഞാൽ എസ് ആണ്, ഇൻറ്റു എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t². ടി റൈസ് ടു എന്നിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എസ് റൈസ് ടു n പ്ലസ് 1 ആണ് അല്ലെ? ഇപ്പൊ t²ൻ്റെതോ 2 ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു 2 പ്ലസ് 1, അതായത് 2/s³ എന്ന് വരും. ഓക്കെ. അപ്പൊ ഇ റൈസ് ടു മൈനസ് എസ് ഇൻറ്റു 2/s³ എന്നാണ് വരിക.
ദാറ്റ് ഈസ് 2e raised to minus s by s cube എന്ന ഒരു ആൻസർ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2e raised to minus s by s cube. 2e raised to minus s by s cube. 2e raised to minus s by s cube ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the Laplace transform of t square into u of t minus 2. ഇവിടെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യാനുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെ ടി മൈനസ് 2 ഉണ്ട്, ഫംഗ്ഷനിലും ടി മൈനസ് 2 കൊണ്ടുവരണം. എഫ് ഓഫ് ടി മൈനസ് എയും യു ഓഫ് ടി മൈനസ് എയും കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടി മൈനസ് 2 കൊടുത്തു. അത് ബാലൻസ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, ഒരു +2 കൊടുത്തു. ഇപ്പോൾ ടി മൈനസ് 2 എന്നുള്ളത് ഒരു ബ്രാക്കറ്റിൽ കൊടുക്കണം. അപ്പോൾ അതിനവർ സ്ക്വയർ ചെയ്തിട്ടുണ്ട് ചോദ്യത്തിൽ. ശരിയാണല്ലോ, ചോദ്യത്തിൽ അവരത് സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്വയറും കൂടെ കൊടുക്കുന്നു. ഓക്കെ, ഇൻറ്റു യു ഓഫ് എന്താണ്, ടി മൈനസ് 2. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇനി ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എന്ത് വരും, എ സ്ക്വയർ പ്ലസ് 2ab, 2 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്, പ്ലസ് ബി സ്ക്വയർ 2 സ്ക്വയർ 4 വരും. ഇത്രയും ഇൻറ്റു ആരുണ്ട്, ഒരു യു ഓഫ് ടി മൈനസ് 2 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, നമ്മൾ യു ഓഫ് ടി മൈനസ് 2 ഇൻസൈഡിലേക്ക് കൊണ്ടുവരാം. യു ഓഫ് ടി മൈനസ് 2 ഇൻസൈഡ് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 2ന്റെ സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു 2 4 ആവും. ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2, യു ഓഫ് ടി മൈനസ് 2 ഉള്ളിലേക്ക് വരുന്നുണ്ട്. 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2 അല്ലെ, 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. അപ്പം ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. യു ഓഫ് ടി മൈനസ് 2 ഇങ്ങോട്ടേക്ക് വന്നു, യു ഓഫ് ടി മൈനസ് 2 ഇങ്ങോട്ടേക്ക് പോയി, യു ഓഫ് ടി മൈനസ് 2 ഈ മൂന്നാമത്തെ ടേമിലേക്ക്, 3 ടേമിലേക്കും ആര് ഓപ്പൺ ആയി, യു ഓഫ് ടി മൈനസ് 2 എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ആയി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു യു ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ. അപ്പോൾ ആദ്യത്തെ കേസിൽ എഫ് ഓഫ് ടി ആരായിരുന്നിരിക്കണം, എഫ് ഓഫ് ടി ടി ആയിരുന്നിരിക്കണം. അങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് എ എന്ത് വരിക, എഫ് ഓഫ് ടി മൈനസ് 2 എന്നുള്ളത് ടി മൈനസ് 2 സ്ക്വയർ വരിക. ശരിയല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രകാരം ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് ആരാണ്, ടി സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ടി സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് പ്ലസ് 4 ഇൻറ്റു ഇവിടെ രണ്ടാമത്തെ കേസിൽ, ഇവിടെ ആദ്യത്തെ കേസിൽ എഫ് ഓഫ് ടി എന്നുള്ളത് ടി ആയിരുന്നിരിക്കണം, ടി സ്ക്വയർ ആയിരുന്നിരിക്കണം. അങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് 2 ടി മൈനസ് 2ന്റെ സ്ക്വയർ ആയത്. രണ്ടാമത്തെ കേസിൽ എഫ് ഓഫ് ടി ആരായിരുന്നിരിക്കണം, ടി ആയിരുന്നിരിക്കണം. അങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് 2 ടി മൈനസ് 2 ആവുക. ഇപ്പൊ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം അല്ലെ, ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രകാരം ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു, കണ്ടോ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് നമ്മൾ പഠിച്ചില്ലേ, ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത്. സോ ഹിയർ എഫ് ഓഫ് ടി ടി ആയിരുന്നിരിക്കണം, അതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, 1/s² പ്ലസ് 4 ഇൻറ്റു ഇവിടെ എക്ക് വാല്യൂ കൊടുത്തോണേ, എക്ക് എല്ലാം 2 ആണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. ഞാൻ എ തന്നെയാണ് എഴുതിയത്, എക്ക് വരാൻ 2 കൊടുത്തോണേ. 4 ഇൻറ്റു യു ഓഫ് ടി മൈനസ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്, ഇ റൈസ് ടു മൈനസ് എ എസ്. ഇപ്പോൾ -2s/s, ഇ റൈസ് ടു -2s/s. ക്ലിയർ ആണോ? ഇത്ര എഴുതിയിട്ടാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പോകണ്ട. ഇ റൈസ് ടു -2s ഇൻറ്റു 2/s, 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് പ്ലസ് 4 ഇൻറ്റു ഇ റൈസ് ടു -2s ഇൻറ്റു 1/s² പ്ലസ് 4 ഇൻറ്റു ഇ റൈസ് ടു -2s/s. ഇത്ര എഴുതിയാൽ മതി. ആൻസർ ആയിട്ടുണ്ട്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇ റൈസ് ടു -2s പുറത്തെടുത്ത് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുത്തുകൊണ്ട് ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടം വരെ എഴുതിയാലും ഫുൾ മാർക്ക് കൺഫേംഡ് ആണ്. ഇവിടം വരെ എഴുതിയാലും ഫുൾ മാർക്ക് കൺഫേംഡ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് മനസ്സിലാക്കി വെക്കുക. ഒരു
എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ വന്നു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ് ആൻസർ വരിക. ഓക്കെ, ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ് ആൻസർ വരിക. അത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം. ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ യു ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം നേരിട്ട് ഓർത്ത് വെക്കണം. എന്താണ്? ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം അല്ലേ. ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ്, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ എസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. യെസ്, വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസും കൂടെ കണ്ടോളൂ, കൂടുതൽ പ്രയോജനം ചെയ്യും. അതിനകത്ത് എന്തായാലും പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഈ ലൈവ് കണ്ടാൽ മതിയാവും, അത്യാവശ്യം എല്ലാം കവർ ചെയ്താണ് നമ്മൾ പോകുന്നത്. യെസ്, അടുത്തതാണ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ ഓർ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. എന്താണ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ? അതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ഇമ്പൾസ് ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ട്രാൻസിയൻസ് ഇൻ വോൾട്ടേജിന്റെ ട്രാൻസിയൻസ്, ഒരു ചെറിയ സമയം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ചേഞ്ച് അല്ലേ. ഇപ്പോൾ ഒരു സുനാമി വേവ്, അത് ആക്ച്വലി വേവ് വളരെ സമയം എടുത്താണ് വരുന്നതെങ്കിലും ആ ഒരു ഷോർട്ട് സ്പാനിൽ ഉണ്ടാകുന്ന ഒരു ഹൈ ചേഞ്ച് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഒരു വലിയ വേവ് വന്ന് ഒരു ഷിപ്പിനെ ഹിറ്റ് ചെയ്യുന്നു, ഒരു ചെറിയ സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റം, ഒരു വലിയ ചേഞ്ച്. അതായത് ഈ ഇമ്പൾസ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു പോയിന്റിൽ വരുമ്പോൾ അതങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോകും. അതങ്ങ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോവുക. ഓക്കെ, ഒരു എ എന്ന് പറഞ്ഞ പോയിന്റിൽ അതങ്ങ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? സോ കോൾഡ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതിൽ തന്നെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, യൂണിറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ. അതിനെയാണ് നമ്മൾ ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. എന്താണ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ? ഒരു ചെറിയ സമയത്ത് നടക്കുന്ന വലിയൊരു സാധനം, ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ. ഇതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡിറാക്സ് ഡെൽറ്റ ഫംഗ്ഷൻ? സോ ഡെൽ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു, ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഡെൽ ഓഫ് ടി മൈനസ് എ, ഡെൽറ്റ സ്മോൾ ഡെൽറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ലിമിറ്റ് കെ ടെൻസ് ടു 0 ഡെൽ കെ ഓഫ് ടി മൈനസ് എ. ഇത് ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഏരിയ അണ്ടർ കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. അതായത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡെൽ ഓഫ് ടി മൈനസ് എ ഡി ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഒരു എ ടു എ പ്ലസ് എച്ചിലാണ്. അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1/h എന്നുള്ളതാണ്. യെസ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ ഡിറൈവ് ചെയ്യാം? 7 മാർക്കിന് യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഓക്കെ, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ തന്നെ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വൺ ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ളതാണ്. അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. ഡിറൈവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ. എന്ത് വരും? ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ആദ്യം എഴുതി വെക്കുക. എന്താണ് ഈ ഡെഫിനിഷൻ? ഉണ്ടല്ലോ, ഡെൽ ഓഫ് ടി മൈനസ് എ ഇസ് ഈക്വൽ ടു, ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്, ഡെൽ ഓഫ് ടി മൈനസ് എ. ഡെഫിനിഷൻ എഴുതിയ 1 മാർക്ക് കിട്ടും കേട്ടോ. ഇസ് ഈക്വൽ ടു ഒരു ഇന്റഗ്രൽ, ഞാൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതുന്നില്ല. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാലോ, 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമുക്ക് എവിടെ മുതൽ എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? ഒരു എ ടു എ പ്ലസ് എച്ചിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി അല്ലേ. ഒരു എ മുതൽ എ പ്ലസ് എച്ച് വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അവിടെ മാത്രമേ നമുക്ക് ആൻസർ ഉള്ളൂ. ഉള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 1/h ആണ്. അപ്പം ഇ റൈസ് ടു മൈനസ് എസ് ടി ഇൻറ്റു 1/h എന്നുള്ള ഒരു ആൻസർ ആണ് നമുക്കുള്ളത്, ഡി ടി. അവിടെ 1/h കോൺസ്റ്റന്റ് ആണ്, നമുക്ക് അപ്പോൾ തന്നെ പുറത്തെടുക്കാം.
1/h ഇൻറ്റു, ഇനി ആ ലിമിറ്റും കൂടെ നമ്മൾ ഇവിടെ കൊടുത്തോണം. ഇവിടെ നമ്മൾ ലിമിറ്റും കൂടെ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. e⁻⁻ എന്ന് പറഞ്ഞാൽ e⁻⁻ ഇന്റഗ്രൽ e⁻⁻ ആണ്. ഓവർ ദ ലിമിറ്റ് a മുതൽ എവിടെ വരെയാണ്? a+h. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ താഴെ h ഉള്ളത് കൊണ്ടേ h ഒരു ലിമിറ്റിംഗ് കേസ് ആയിട്ടാണ് പറയുന്നത്. അതേ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് ലിമിറ്റ് h ടെൻസ് ടു 0 ഉൾപ്പെടെ നമ്മൾ വേണം hന് കൊടുക്കാൻ. ലിമിറ്റ് h ടെൻസ് ടു 0 1/h ആണ്. അത് ഇവിടെ തന്നെ നമുക്ക് ഉള്ളിൽ കൊടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0 1/h ആണ് നമ്മുടെ അവിടുത്തെ ആൻസർ. 1/h മാത്രമല്ല, ഈ ലിമിറ്റ് ഉൾപ്പെടെയാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ലിമിറ്റ് h ടെൻസ് ടു 0 1/h. സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നിലവിൽ നമുക്ക് ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല, ഡിവിഷൻ ബൈ 0 ആയി പോവും. അപ്പോൾ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക അല്ലേ? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. ഹായ് സഞ്ജയ് സോറി. ഹായ് സഞ്ജയ്. ഓക്കെ, സോ ലിമിറ്റ് h ടെൻസ് ടു 0 1/h ഇൻറ്റു എന്താണ്? ഇവിടെ നമ്മൾ ടൈം വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തത്. അപ്പൊ ടീക്കാണ് വാല്യൂ കൊടുക്കേണ്ടത്. e⁻⁻s ഇൻറ്റു ടീക്ക് വരെ എന്ത് കൊടുക്കുക? a+h ഡിവൈഡഡ് ബൈ -s അപ്പർ ലിമിറ്റ് ആയി, മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ടീക്ക് a കൊടുക്കുക അല്ലെ? e⁻⁻sa ഡിവൈഡഡ് ബൈ -s എന്ന് വരും. ഓക്കെ ആണല്ലോ? സോ ബാക്കി സ്റ്റെപ്പ് എന്താണ് വരിക? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 1/h ഇൻറ്റു ലിമിറ്റ് h ടെൻസ് ടു 0 1/h ഇൻറ്റു, ഇവിടെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളത് ആദ്യം എഴുതാം അല്ലെ? രണ്ട് മൈനസുകൾ ഉണ്ട്, അത് പ്ലസ് ആവും. e⁻⁻as എന്ന് വരും. പിന്നെ ഒരു മൈനസ് e⁻⁻s ഇൻറ്റു a+h ഡിവൈഡഡ് ബൈ s എന്ന് വരും. ശരിയാണല്ലോ? സോ ഇവിടെ h ആണ് നമ്മുടെ വേരിയബിൾ. വേണമെങ്കിൽ s എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് വേണമെങ്കിൽ പുറത്തെടുക്കാം. ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആണ്, അപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല ആക്ച്വലി. ലിമിറ്റ് h ടെൻസ് ടു 0 ന്യൂമറേറ്റർ കുറച്ചെഴുതാം അല്ലെ? e⁻⁻as ഉണ്ട്, മൈനസ് e⁻⁻as ഉണ്ട്, പിന്നെ e⁻⁻sh കൂടെ വരും. ശരിയാണല്ലോ? e⁻⁻sh കൂടെ വരും. ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ e⁻⁻a-sh എന്നാണ്. a⁻m ഇൻറ്റു a⁻n a⁻m+n ആണ്. അപ്പൊ ആ a⁻m+n തിരിച്ച് a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാമല്ലോ. അപ്പൊ e⁻⁻as ഇൻറ്റു e⁻⁻sh എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു sh ഉണ്ട്. ശരിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു sh ഉണ്ട്. ഇവിടെ നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്? നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ സംഭവിക്കുന്ന പ്രശ്നം, hന് 0 കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ hന് 0 കൊടുത്താൽ ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. hന് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന e⁻⁻sh എന്നുള്ള സാധനം എന്താവും? 1 ആവും. ശരിയല്ലേ? അത് 1 ആയി മാറും. കാരണം ഇനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. ഇത് 1 ആയി കഴിഞ്ഞാൽ e⁻⁻as മൈനസ് e⁻⁻as ആവും ന്യൂമറേറ്ററിൽ. അത് 0 ആവും. താഴെ hന് 0 കൊടുത്താലും 0 വരും. ഇപ്പൊ 0/0 എന്ന് വരും. അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ശരിയല്ലേ? 0/0 എന്ന് വരും. അതെന്താണ് സാധനം? അതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലാപിത്താൽ റൂൾ യൂസ് ചെയ്യണം അല്ലെ? ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അൺടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കണം. ഈ പറയുന്ന 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി പോലെയുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് വാനിഷ് ചെയ്യുന്നത് വരെ, അതില്ലാതായി പോകുന്നത് വരെ. ശരിയാണല്ലോ? ഓക്കെ, സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മുകളിലും താഴെയും ഇവിടെ വേരിയബിൾ h ആണ്. അപ്പൊ h വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അല്ലെ? h വെച്ചിട്ട് വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ലിമിറ്റ് h ടെൻസ് ടു 0 എന്ത് വരും? ലിമിറ്റ് h ടെൻസ് ടു 0 മുകളിൽ h വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. e⁻⁻as കോൺസ്റ്റന്റ് ആണ്, അപ്പം അതിന്റെ ഡെറിവേറ്റീവ് 0 വരും. ഇവിടെ e⁻⁻as എന്ന് പറഞ്ഞ സാധനം കോൺസ്റ്റന്റ് ആണ്, പക്ഷെ കൂടെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അത് കോൺസ്റ്റന്റ് മാറ്റി നിർത്തി e⁻⁻sh ഡെറിവേറ്റീവ് e⁻⁻sh തന്നെ, -sh ഡെറിവേറ്റീവ് ഒരു -s കൂടെ വരും. ഇപ്പൊ ന്യൂമറേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്തു, താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിനോമിനേറ്റർ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരും? s ഇൻറ്റു h ഡെറിവേറ്റീവ് എന്ത് വരും? 1 വരും. ഓക്കെ,
സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. മുകളിൽ ഇപ്പോൾ രണ്ട് മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. ഇ റൈസ് ടു മൈനസ് എ എസ്, ഇ റൈസ് ടു മൈനസ് എസ് എച്ച്, പിന്നെ ഒരു എസും കൂടെ ഉണ്ടാവും, താഴെ ഒരു എസ് ഉണ്ടാവും. അപ്പോൾ മുകളിലും താഴെയും എസ് ക്യാൻസൽ ആവും. പിന്നെ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് എച്ച്. ഇനി എച്ചിനും കൂടെ അങ്ങോട്ട് 0 കൊടുക്കുക. ഇനിയിപ്പോൾ ലിമിറ്റ് കൊടുക്കാൻ പ്രശ്നമില്ല. ഇ റൈസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇ റൈസ് ടു എസ്, എച്ചിന് 0 കൊടുത്താൽ ഇ റൈസ് ടു 0 എന്ന് വരും. എനി നമ്പർ റൈസ് ടു 0 എന്നുള്ളത് 1 ആണ്. സോ ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് വരിക? ഇ റൈസ് ടു മൈനസ് എ എസ്. ഫൈനൽ ആൻസർ വരുന്നത് ഇ റൈസ് ടു മൈനസ് എ എസ്. ഓക്കെ, അപ്പം ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ ഒരു എസും കൂടെ ഉണ്ട്. എന്തിനെ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ, അല്ലെ? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഒരു ഇ റൈസ് ടു മൈനസ് എ എസ് ബൈ ഒരു എസും കൂടെ ഉണ്ട്. പക്ഷേ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഇ റൈസ് ടു മൈനസ് എ എസ് മാത്രമാണ്. ഫോർ എ ഗ്രേറ്റർ ദാൻ 0. ഇവിടെ എയുടെ വാല്യൂ 0 ആകുമ്പോഴാണ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ 1 ആവുന്നത്. അതൊരു സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. ഡിറാക് ഡെൽറ്റ ഫംഗ്ഷന്റെ ഉത്തരം 1 ആവുന്ന ഒരേ ഒരു കേസ് എന്താണ്? എയുടെ വാല്യൂ 0 ആകുമ്പോഴാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി അടുത്ത പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് how to solve an ordinary differential equation using Laplace transform. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് എങ്ങനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അടുത്ത പഠിക്കേണ്ടത്. ഹൗ ടു സോൾവ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഡാഷിന്റെ ഉത്തരം എന്താണ് വരിക? ഓൾറെഡി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. എസ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 എന്ന് വരും. ശരിയാണല്ലോ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഡബിൾ ഡാഷോ? ഈ ലോജിക്ക് നമ്മൾ പഠിച്ചു. എസ് സ്ക്വയർ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് വൈ ഓഫ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് 0. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ട്രിപ്പിൾ ഡാഷ് ആണെങ്കിലോ എസ് ക്യൂബ് ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു വൈ ഡാഷ് 0 മൈനസ് വൈ ഡബിൾ ഡാഷ് 0. ഓക്കെ, ഈ ലോജിക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? എസ് ക്യൂബ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് എസ് ഇൻറ്റു വൈ ഡാഷ് 0 മൈനസ് വൈ ഡബിൾ ഡാഷ് 0. ക്ലിയർ ആണോ? തിയറി ആയിട്ട് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. ഇവിടെ 7 മാർക്ക് ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഇവിടെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ. ചെറിയ കളികളൊന്നുമില്ല, വലിയ കളികൾ മാത്രം. ഓൺലി 7 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഓൺലി 7 മാർക്ക് ക്വസ്റ്റ്യൻസ്. 2 പ്രീവിയസ് ചെയ്യാം. അപ്പോൾ അതോടെ അതങ്ങ് സെറ്റ് ആവും. ഓക്കെ, സമയം കളയാതെ നമുക്ക് പരിപാടികളിലേക്ക് കയറാം. അതിന് മുൻപ് പാർഷ്യൽ ഫ്രാക്ഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെച്ചോണം. ഒരു ഡിനോമിനേറ്ററിൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തതാണ്. ഇനി ഇത് സെക്കൻഡ് കണ്ടീഷനാണ് ഈ പറയുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൂടുതൽ കണ്ടുവരാറുള്ളത്. പി എക്സ് പ്ലസ് ക്യൂ ബൈ സംവാട്ട് ഒരു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഓരോ പവർ വെച്ചിട്ട് കൂട്ടി വരണം. ആദ്യം എക്സ് മൈനസ് എ വരണം, പിന്നെ എക്സ് മൈനസ് എയുടെ സ്ക്വയർ വരണം. ഇനി സപ്പോസ് ഒരു പി എക്സ് പ്ലസ് ക്യൂ ബൈ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ബൈ ഒരു എക്സ് മൈനസ് എയുടെ ക്യൂബ് ഉണ്ടെന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ പവറായിട്ട് കൂട്ടി വരണം. ഒരു എ ബൈ എക്സ് മൈനസ് എ ആദ്യം വരണം, ബി ബൈ എക്സ് മൈനസ് എയുടെ സ്ക്വയർ രണ്ടാമത് വരണം, സി ബൈ എക്സ് മൈനസ് എയുടെ ക്യൂബ് മൂന്നാമത് വരണം. ഇത് പാർഷ്യൽ ഫ്രാക്ഷനിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സാധനം പാർഷ്യൽ ഫ്രാക്ഷനിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സെക്കൻഡ് കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെക്കൻഡ് കേസിൽ വരുന്ന ചോദ്യങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഈ സെക്കൻഡ് കേസിൽ പെടുന്ന ചോദ്യങ്ങളാണ് കൂടുതലും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ 3 പേര് വരുവാണെങ്കിൽ എ ബൈ എക്സ് മൈനസ് എ പ്ലസ് ബി ബൈ എക്സ് മൈനസ് ബി പ്ലസ് സി ബൈ എക്സ് മൈനസ് സി. പിന്നെ 2 പേര് ഒരെണ്ണം സ്ക്വയറും പിന്നെ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഫാക്ടറും ആണെങ്കിൽ എന്താണ്? എക്സ് മൈനസ് എയുടെ സ്ക്വയർ എന്നുള്ളത് ആദ്യം എക്സ് മൈനസ് എ ആക്കുക,
ആദ്യം എക്സ് മൈനസ് എ ആക്കുക, പിന്നെ അതിനെ സ്ക്വയർ കൊടുക്കുക, പിന്നെ എക്സ് മൈനസ് ബി ലീനിയർ പോലെ തന്നെ. ഓക്കെ, പിന്നെ ഒരു ക്വാഡ്രാറ്റിക് താഴെ വരികയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മുകളിൽ വരുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ആയിരിക്കും. അതും കൂടെ ഓർത്ത് വയ്ക്കുക. താഴെ വരുന്നത് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ആണെങ്കിൽ മുകളിൽ പക്ക കോൺസ്റ്റന്റ് എ ബി സി ആയിരിക്കും വരുന്നത്. താഴെ വരുന്നത് ക്വാഡ്രാറ്റിക് സെക്കൻഡ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ക്വാഡ്രാറ്റിക് വരുന്നത് അത് ഫാക്ടറൈസബിൾ അല്ലാത്ത കേസിലാണ് കേട്ടോ. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോഴാണ് മുകളിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ കൊടുക്കുന്നത്. അവിടെ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 7 മാർക്ക്, വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്ലിമെന്ററി എക്സാമിനും റെഗുലർ എക്സാമിനും ഒക്കെ ആയിട്ട് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു ടി ആൻഡ് y ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? 1. അപ്പോൾ ഇനി IVP എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നാണ്. അതായത് ബൗണ്ടറി കണ്ടീഷൻസ്, ഇനിഷ്യൽ കണ്ടീഷൻസ് ക്വസ്റ്റ്യനകത്ത് പ്രൊവൈഡഡ് ആയിരിക്കും. y ഓഫ് 0 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, രണ്ട് സൈഡിലും കണ്ണും പൂട്ടി അങ്ങ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തോളൂ. y ഡബിൾ ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു ടി. ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്, ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ എന്താണ്? ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഡബിൾ ഡാഷ് പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y is equal to Laplace transform of t. Laplace transform of y double dash plus 4 into Laplace transform of y is equal to Laplace transform of t. y double dash ന്റെ Laplace transform എന്താണ്? s square into Laplace transform of y minus എന്ത് വരും? എടോ, ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. y ഡബിൾ ഡാഷ് ഇല്ല, y ഡാഷേ ഉള്ളൂ കേട്ടോ. y ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു ടി എന്നാണേ. അപ്പോൾ y ഡബിൾ ഡാഷിന്റെ ആവശ്യമില്ല, y ഡാഷ് മതി. ക്വസ്റ്റ്യനകത്ത് ഒരു കറക്ഷൻ ഉണ്ട്. ഇപ്പൊ എസ് സ്ക്വയർ ഇല്ല, എസ് ഇൻറ്റു എന്ന് മതി കേട്ടോ. y ഡാഷിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 ആണ്. പ്ലസ് 4 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t എന്താണ്? 1/s സ്ക്വയർ അല്ലേ? ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്ന് അറിയാം, 1/s സ്ക്വയർ. സോ നമുക്ക് എന്ത് ചെയ്യാം? s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y ഓഫ് 0 1 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അത് 1 കൊടുത്തു. Plus 4 into Laplace transform of y is equal to 1/s square. So L of y ഉള്ളവരൊക്കെ ഒരുമിച്ചാക്കുക. s into L of y plus 4 into L of y minus 1 ഇപ്പുറം കൊടുക്കാം. 1/s square minus 1 ഇപ്പുറം വന്നാൽ plus 1. ശരിയാണല്ലോ. ഇനി L of y എന്നുള്ളത് ഔട്ട്സൈഡ് എടുക്കുക. Laplace transform of y പുറത്ത് വന്നാൽ ബാക്കി s plus 4 എന്ന് വരും. is equal to ഇവിടെ ക്രോസ് ചെയ്യുക, ഒരു by 1 കൊടുത്തിട്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 plus s square by s square എന്ന് വരും. ഈ s plus 4 കൂടെ താഴെ ഇറങ്ങും അല്ലേ? ഇപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y എന്താണ് വരിക? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y is equal to മുകളിൽ s square plus 1, താഴെ s square into s plus 4 എന്ന് വരും അല്ലേ? s square into s plus 4 എന്ന് വരും. മുകളിൽ s square plus 1, താഴെ s square into s plus 4 എന്ന് വരും. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. ഇത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. എസ് സ്ക്വയർ ഉണ്ട്, ഓരോ പവറായിട്ട് കൂട്ടി വരണം. a ബൈ എസ്, ബി ബൈ എസ് സ്ക്വയർ. അതാണ് നമ്മൾ സെക്കൻഡ് കേസ് പാർഷ്യൽ ഫ്രാക്ഷനിൽ പഠിച്ചത്. ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അത് നേരെ അതുപോലെ എഴുതിയാൽ മതി, സി ബൈ എസ് പ്ലസ് 4. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു
ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഇപ്പോൾ ഒരു എസ് പോയിട്ട് എസ് ഇൻറ്റു എസ് പ്ലസ് 4 എന്ന് വരും. ഇവിടെ ബി ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. ഇവിടെ എസ് സ്ക്വയർ ക്യാൻസൽ ആവും, ബാക്കി എസ് പ്ലസ് 4 എന്ന് വരും. ഇവിടെ സി ബൈ എസ് പ്ലസ് 4 ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 4 എന്ന് വരും. അപ്പോൾ ഇവിടെ എസ് പ്ലസ് 4 കിട്ടും, ബാക്കി എസ് സ്ക്വയർ വരും. ഓക്കെ, ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എഴുതിയത്. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡിലുള്ള ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഇനി നമ്മൾ ട്രയാങ്കിൾ നോക്കുക. എസിന് -4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എസിന് 0 കൊടുക്കുക. എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു വാല്യൂ പെട്ടെന്ന് കിട്ടും. എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ 0 സ്ക്വയർ പ്ലസ് 1 എന്നുള്ളത് 1 വരും. ഇവിടെ 0 ആയി പോകും, ഇവിടെയും 0 ആയി പോകും. ബാക്കി വരിക ബി ഇൻറ്റു 0 പ്ലസ് 4 എന്ന് വരും. അത് 0. അപ്പോൾ അവിടെ നിന്ന് ബി കിട്ടും എളുപ്പത്തിൽ. ബി ഈസ് ഈക്വൽ ടു 1/4 അല്ലേ? ബി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/4. ഇനി അടുത്തത് നോക്കുക. അടുത്തത് എസിന് -4 കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ടിടത്തും 0 ആയി പോകും. അവിടെ നിന്ന് സി കിട്ടും അല്ലേ? എസ് ഇസ് ഈക്വൽ ടു -4 കൊടുക്കുക. നമ്മൾ കുട്ടിയെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട വാല്യൂസിനനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ -4ന്റെ സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു -4 കൊടുത്താൽ എയും ബിയും പോകും. സി ഇൻറ്റു -4ന്റെ സ്ക്വയർ എന്ന് വരും. അത് എത്രയാണ്? 16 സി ആണ്. -4ന്റെ സ്ക്വയർ 16 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 16 സി എന്ന് വരും. അവിടുന്ന് 16 സി ഇസ് ഈക്വൽ ടു 17 എന്ന് വരും. അവിടുന്ന് സി ഇസ് ഈക്വൽ ടു 17/16 എന്ന് വരും. ഓക്കെ, സി ഇസ് ഈക്വൽ ടു എന്ന് വരും 17/16 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരിട്ട് ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ കോഎഫിഷ്യന്റ് ഇക്വേറ്റ് ആണ് ചെയ്യേണ്ടത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഇക്വേറ്റിംഗ് കോഎഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. റൈറ്റ് സൈഡിലെ കോഎഫിഷ്യന്റ് എന്താണ്? എ എസ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ എ ഉണ്ടാവും എന്തായാലും. പിന്നെ സി എസ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ എ പ്ലസ് സി ആണ് റൈറ്റ് സൈഡിലെ കോഎഫിഷ്യന്റ്. ഇനി വാല്യൂ കൊടുത്താൽ മതി. സി നമ്മുടെ കയ്യിലുണ്ടല്ലോ. 1 ഇസ് ഈക്വൽ ടു എ പ്ലസ് സിക്ക് പകരം 17/16. അവിടുന്ന് എ ഇസ് ഈക്വൽ ടു എന്ന് വരും 1 മൈനസ് 17/16. ക്രോസ് ചെയ്താൽ 16 മൈനസ് 17/16. ദാറ്റ് ഈസ് എ ഇസ് ഈക്വൽ ടു എന്ന് വരും -1/16 അല്ലേ? എ ഇസ് ഈക്വൽ ടു എന്ന് വരും -1/16. എ ഇസ് ഈക്വൽ ടു എന്ന് വരും -1/16. ഇനി നമ്മൾ എ ബി സി വാല്യൂസ് എവിടെ കൊടുക്കുക? നമ്മുടെ യെല്ലോ ഫയലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എ ബി സി വാല്യൂസ് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് നോക്കോളൂ. ശ്രദ്ധിച്ചിരിക്കണേ. എ ബി സി വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. എ ബി സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. അപ്പോൾ എൽ ഓഫ് വൈ എന്നുള്ളത് എന്താണ് വരിക? എക്ക് പകരം -1/16 കൂടെ ഒരു 1/s ഉണ്ട്. ബിക്ക് പകരം എന്താണോ? ബിയുടെ വാല്യൂ ആദ്യം കണ്ടുപിടിച്ച് ഞാൻ തുടച്ചോളാം അല്ലേ? ബി എന്തായിരുന്നു? ബി 1/4 ആയിരുന്നു അല്ലേ? ബി ഈസ് ഈക്വൽ ടു 1/4 ആയിരുന്നു. ശരിയല്ലേ? ബി ഈക്വൽ ടു 1/4 ആയിരുന്നു. ഒന്ന് കൺഫേം ചെയ്തേക്കണേ. ഒന്ന് കൺഫേം ചെയ്തേക്കണേ. ബി 1/4 ആണെന്നൊന്ന് പറഞ്ഞേക്കണേ. ബിക്ക് പകരം 1/4 ആയിരുന്നു. കൂടെ 1/s² ഉണ്ടായിരുന്നു. സിക്ക് പകരം -1/16 അല്ലേ? അവിടെ കൂടെ 1/s+4 ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഇനി ഞങ്ങൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്ത ആൻസർ ആയി. 7 മാർക്കാണ് ഈസി ആയിട്ട് കിട്ടുന്നത്. സോ y ഓഫ് ടി ആണ് എൽ ഓഫ് ടിയുടെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം -1/16. ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം.
1/s-ൻ്റെത് t വരും. 1/4 ഇൻറ്റു 1/s, സോറി 1/s-ൻ്റെത് 1 ആണ് കേട്ടോ. മൊഡ്യൂൾ 3 ഇടാം. 1/s-ൻ്റെത് 1 ആണ്. 1/4 1/s² ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം t വരും. 1/16 ഇൻറ്റു e⁻⁻4t അല്ലേ. ഫൈനൽ ആൻസർ എന്താണ് വരിക? -1/16 പ്ലസ് ടിയുടേതാണ് 1/t². t²-ൻ്റെതല്ല, ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/t². t/4 മൈനസ് e⁻⁻4t ഡിവൈഡഡ് ബൈ 16. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. 1/s-ൻ്റെത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം 1 ആണ്. 1-ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s. ടിയുടേതാണ് 1/s². e⁻⁻4t-യുടേതാണ് 1/s+4. അപ്പോൾ 1/s-ന്റെ ഇൻവേഴ്സ് 1, 1/s²-ന്റെ ഇൻവേഴ്സ് t, 1/s+4-ന്റെ ഇൻവേഴ്സ് എന്താണ്? e⁻⁻4t. e⁻⁻4t. ക്ലിയർ ആണോ? ഓക്കെ, പ്രീവിയസ് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇത് 7 മാർക്കിന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ എടുത്തതാണിത്. യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം സോൾവ് y⁻' പ്ലസ് 2 ഇൻറ്റു y' പ്ലസ് y ഇസ് ഈക്വൽ ടു e⁻⁻t. രണ്ട് കണ്ടീഷൻ ഉണ്ട്. y(0) എന്നുള്ളത് 0 ആണ്, y'(0) എന്നുള്ളത് 1 ആണ്. ഓക്കെ, ചെയ്യേണ്ടത് എന്താണ്? രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y'' പ്ലസ് 2 ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y' പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് e⁻⁻t. y''ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? s² ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് s ഇൻറ്റു y(0) മൈനസ് y'0. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? s ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y മൈനസ് y(0). അപ്പോൾ അവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, രണ്ട് പേരുള്ളതുകൊണ്ട്. പ്ലസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y e⁻⁻t-യുടേത് 1/s+1. ഓക്കെ, ഇനി നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻസ് വെച്ച് കുറച്ച് പേര് അങ്ങ് 0 ആയിപ്പോവും. y(0) കാണുന്നിടത്തൊക്കെ 0 ആയിപ്പോവും. അപ്പോൾ ഇത് 0 ആയിപ്പോയി. പിന്നെ y(0) ഉള്ളത് ഉള്ളിൽ, ഇത് 0 ആയിപ്പോയി. ഇനി y'0 കാണുന്നിടത്ത് 1 കൊടുക്കുക. s² ഇൻറ്റു l ഓഫ് y, y'0 1 കൊടുത്തു, പ്ലസ് 2 ഇൻറ്റു s ഇൻറ്റു l ഓഫ് y ഇസ് ഈക്വൽ ടു 1/s+1. ഇനി നമുക്ക് l ഓഫ് y പുറത്തെടുക്കാം. ശരിയാണല്ലോ? s² ഇൻറ്റു l ഓഫ് y മൈനസ് 1, 2s ഇൻറ്റു l ഓഫ് y, അവസാനം ഒരു l ഓഫ് y ഉണ്ട്, ഒരു പ്ലസ് ഒരു l ഓഫ് y ഉണ്ട്, അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. പ്ലസ് ഒരു l ഓഫ് y ഉണ്ട്, ഈക്വൽ ടു 1/s+1. ഇനി ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു -1 ഉണ്ട്, അത് നേരെ അപ്പുറം എടുക്കുക. ബാക്കി s² ഇൻറ്റു l ഓഫ് y പ്ലസ് 2s ഇൻറ്റു l ഓഫ് y പ്ലസ് l ഓഫ് y ഈക്വൽ ടു 1/s+1. -1 ഇപ്പുറം വരുമ്പോൾ +1, അത് ക്രോസ് ചെയ്ത് വെച്ചേക്കാം. 1 പ്ലസ് s+1/s+1 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് l ഓഫ് y ഔട്ട് സൈഡ് എടുക്കാം. ബാക്കി എന്താണ് വരിക? s² പ്ലസ് 2s പ്ലസ് 1 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഇവിടെ മുകളിൽ s+2 ഡിവൈഡഡ് ബൈ താഴെ s+1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് l ഓഫ് y ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 1 എന്താണെന്ന് അറിയാം? s+1 ഹോൾ സ്ക്വയർ ആണ് അല്ലേ. s+1 ഹോൾ സ്ക്വയർ ആണല്ലോ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ് a² പ്ലസ് 2ab പ്ലസ് b². അപ്പോൾ s² പ്ലസ് 2s പ്ലസ് 1 എന്ന് പറഞ്ഞാൽ s+1 ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു s+2/s+1. ഇനി s+1 കൂടെ നേരെ താഴേക്ക് വരും. അപ്പോൾ അവിടുന്ന് l ഓഫ് y എന്ത് കിട്ടും? l ഓഫ് y എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? s+2 ഡിവൈഡഡ് ബൈ s+1-ന്റെ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ. s+2 ഡിവൈഡഡ് ബൈ s+1-ന്റെ ഹോൾ ക്യൂബ്. ഓൾറെഡി അവിടെ ഒരു s+1 ഉണ്ട്. s+1-ന്റെ സ്ക്വയറും കൂടെ അവിടേക്ക് വരുമ്പോൾ എന്ത് വരും? s+1-ന്റെ ഹോൾ ക്യൂബ് എന്ന് വരും. ശരിയാണല്ലോ? s+2 ഡിവൈഡഡ് ബൈ s+1-ന്റെ ഹോൾ ക്യൂബ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y എന്ന് പറയുന്നത്. ശരിയാണല്ലോ? അപ്പോൾ ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. ഇനി ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യും. ഇവിടെ ക്യൂബ് വന്നിട്ടുണ്ട്.
അപ്പോൾ ഓരോ പവറായിട്ട് കൂട്ടി വരിക. എ ബൈ എസ് പ്ലസ് 1, ബി ബൈ എസ് പ്ലസ് 1ന്റെ സ്ക്വയർ, സി ബൈ എസ് പ്ലസ് 1ന്റെ ക്യൂബ്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എസ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 1 ഒരെണ്ണം പോയാൽ ബാക്കി സ്ക്വയർ ഉണ്ടാവും, എസ് പ്ലസ് 1 രണ്ടെണ്ണം പോയാൽ ബാക്കി എസ് പ്ലസ് 1 ഉണ്ടാവും, എസ് പ്ലസ് 1 ക്യൂബ് മൊത്തത്തിൽ പോയാൽ സി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ത്രൂ ഔട്ട് ലെഫ്റ്റ് സൈഡ് ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡ് ഡിനോമിനേറ്റർ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ട്രയൽ ആൻഡ് എറർ നോക്കാം. -1 കൊടുക്കുക. -1 കൊടുത്താൽ തന്നെ 2 പേര് പോയി. -1 + 2 ഇസ് ഈക്വൽ ടു പുട്ട് എസ് ഇസ് ഈക്വൽ ടു -1. ഇവിടെ -1 + 1 സ്ക്വയർ 0, -1 + 1 0, അപ്പോൾ സി എന്ന് കിട്ടും. അപ്പോൾ അവിടുന്ന് സി ഇസ് ഈക്വൽ ടു 2ൽ നിന്ന് 1 കുറച്ച് 1. അപ്പോൾ സിയുടെ വാല്യൂ കിട്ടി. പിന്നെ 0 കൊടുത്തിട്ട് കാര്യമുണ്ടോടാ? എസിന്റെ കോയിഫിഷ്യന്റ് -1 കൊടുത്താൽ എനിക്ക് 1 കിട്ടും. എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്തോളൂ. ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയർ ഇല്ല, അപ്പോൾ 0 ആണ് കോയിഫിഷ്യന്റ് അല്ലെ? ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസ് സ്ക്വയർ. ലെഫ്റ്റ് സൈഡിൽ എസ് സ്ക്വയർ ഇല്ല, അപ്പോൾ കോയിഫിഷ്യന്റ് 0 ആണ്. റൈറ്റ് സൈഡിൽ എസ് സ്ക്വയർ ഒരെണ്ണം വരുന്നുണ്ട്, അപ്പോൾ അതിന്റെ കോയിഫിഷ്യന്റ് എ ആണ് അല്ലെ? എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്നല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എ എസ് സ്ക്വയർ വരുമല്ലോ. വേറെ എങ്ങും എസ് സ്ക്വയർ ഇല്ല, അപ്പോൾ എസ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എ ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്താൽ എ ഈക്വൽ ടു 0 എന്ന് വരും. ഇനി അടുത്തത് എസിന്റെ കോയിഫിഷ്യന്റ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് കോയിഫിഷ്യന്റ് ഓഫ് എസ്. ഇവിടെ ലെഫ്റ്റിൽ എസിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, റൈറ്റ് സൈഡിൽ 2 എന്താണ് എസ് സ്ക്വയർ പ്ലസ് 2. ഇത് വേണമെങ്കിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 എന്ന് വരും, പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് സി. അപ്പോൾ എസിന്റെ കോയിഫിഷ്യന്റ് എന്തൊക്കെ വരും? ഒരു 2a വരും, പിന്നെ ഇപ്പുറത്ത് ഒരു ബി വരും. 2a പ്ലസ് ബി ആണ് എസിന്റെ കോയിഫിഷ്യന്റ് വരും അല്ലേ? എസിന്റെ കോയിഫിഷ്യന്റ് വരെ 2a പ്ലസ് ബി ആണ്. അല്ല, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായാലും ഒരു എ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു 2a വരും, ബി ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ബിയും വരും. ഇപ്പം 2a പ്ലസ് ബി എന്നുള്ളതാണ് എസിന്റെ കോയിഫിഷ്യന്റ് വരിക. സോ അവിടെ നമുക്ക് കിട്ടിയ എ വാല്യൂ 0 ഉണ്ട്. അപ്പോൾ 1 ഇസ് ഈക്വൽ ടു എ 0 കൊടുത്താൽ 1 ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി എൽ ഓഫ് വൈ എന്താണ് വരിക? നോക്കി വെച്ചോളൂ. എൽ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എ വാല്യൂ എന്നുള്ളത് 0 ആണ്, അപ്പോൾ അത് പോയി. ബി വാല്യൂ 1 ആണ്, അപ്പോൾ 1 ബൈ എസ് പ്ലസ് 1ന്റെ സ്ക്വയർ എന്ന് വരും. സി വാല്യൂ എത്രയാണ്? അതും 1 ആണ്, അപ്പോൾ 1 ബൈ എസ് പ്ലസ് 1ന്റെ ക്യൂബ് എന്ന് വരും. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് നമ്മുടെ ആൻസർ എന്ന് വരിക അല്ലെ? അതായത് y ഓഫ് ടി എന്താണ് വരിക? ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ ആൻസർ ആയി. ഇപ്പോൾ 1 ബൈ എസ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ തന്നെ അപ്പം എന്താണ് ആ എസ് പ്ലസ് 1 ഇല്ലാണ്ട് നോക്കുക. 1 ബൈ എസ് സ്ക്വയർ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് അല്ലെ? അപ്പോൾ ടിയെ എസ് പ്ലസ് 1 ആക്കി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം ഇ റൈസ് ടു മൈനസ് ടി എന്തായാലും ഉണ്ടാവും. പിന്നെ ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 ബൈ എസ് സ്ക്വയർ. ഇനി 1 ബൈ എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? 1 ബൈ എസ് ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി ക്യൂബിന്റെ ടി സ്ക്വയറിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണ്? 2 ബൈ എസ് ക്യൂബ് ആണ് അല്ലെ? സോ ടി സ്ക്വയർ ബൈ 2ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എന്തെന്ന് പറയുന്നത്? 1 ബൈ എസ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ എസിനെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എസ് പ്ലസ് 1 ആക്കിയിട്ട്, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ടി ഉണ്ടാവും, പിന്നെ ഒരു ടി സ്ക്വയർ ബൈ 2 ഉണ്ടാവും. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഒരു ടി സ്ക്വയർ ബൈ 2 ഉണ്ടാവും. വേണമെങ്കിൽ ഇ റൈസ് ടു മൈനസ് ടി പുറത്തെടുത്തിട്ട് ബാക്കി ടി പ്ലസ് ടി സ്ക്വയർ ബൈ 2 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ വരിക. y ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു ടി പ്ലസ് ടി സ്ക്വയർ ബൈ 2. ഇവിടെ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. 1 ബൈ എസ് പ്ലസ് 1ന്റെ സ്ക്വയർ. ഇപ്പൊ എസ് പ്ലസ് 1 ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇ റൈസ് ടു മൈനസ് ടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ എസ് പ്ലസ് 1 ഇല്ലാണ്ട് വായിക്കുക 1 ബൈ എസ് സ്ക്വയർ. അത് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. അപ്പം 1 ബൈ എസ് സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ടി വരും. എന്താണ്? റിവേഴ്സ് ഓഫ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അല്ലെ? ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറത്തിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇനി അടുത്തത് ആലോചിക്കുക. 1 ബൈ എസ് പ്ലസ് 1ന്റെ ക്യൂബ്. 2 ബൈ എസ് ക്യൂബ് ആണെങ്കിൽ എന്താണെന്ന് അറിയാം? ടി സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പം ആ 2 താഴെ കഴിഞ്ഞ് എടുത്താൽ മതി. അപ്പൊ ടി സ്ക്വയർ ബൈ 2ന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 ബൈ എസ് ക്യൂബ്. ശരിയാണല്ലോ? സോ അപ്പം എസ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്തായാലും ഇ റൈസ് ടു മൈനസ് ടി വരും. പിന്നെ ബാക്കി വരുന്ന എന്താണ്? ടി സ്ക്വയർ ബൈ 2 ആണ്.
അപ്പോൾ ഇതും 7 മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം കൂടെ കൺവല്യൂഷൻ തിയറവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താണ് കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത്? ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഉറപ്പായിട്ടും കൺവല്യൂഷൻ തിയറം വെച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ചോദ്യവും നമുക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എന്താണ് കൺവല്യൂഷൻ തിയറം? വളരെ സിമ്പിൾ ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എസ് ആണെന്ന് വിചാരിക്കും. ആൻഡ് ഒരു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ജി ഓഫ് ടി എന്ന് പറയുന്നത് ജി ഓഫ് എസ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി കൺവല്യൂഷൻ എന്നുള്ളത് ഒരു സ്റ്റാർ ആണ് നമ്മൾ ഉപയോഗിക്കുക. എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആയിരിക്കും. എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആയിരിക്കും. പക്ഷെ ഇതിങ്ങനെ നേരിട്ട് എക്സാമിന് അവർ ചോദിക്കില്ല. നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് ആണ് പഠിക്കേണ്ടത്. സോ ഈ എൽ ഇപ്പുറം പോയാൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്, ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരിക. രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് തന്നിട്ട് അതിന്റെ ഇൻവേഴ്സ്, അതായത് ഒരു ഫംഗ്ഷൻ തന്നിട്ട് കൺവല്യൂഷൻ തിയറം വെച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. യൂസിങ് കൺവല്യൂഷൻ തിയറം ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ ഫംഗ്ഷൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. സോ ഈ എല്ലാം അപ്പുറം പോയി എൽ ഇൻവേഴ്സ് ആയി. ബാക്കിയുള്ളത് എന്താണ്? എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി ആണ് ബാക്കിയുള്ളത്. എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി എന്താണെന്ന് അറിയാം നമുക്ക്. ഇന്റഗ്രൽ ഇത് പഠിച്ചു വെക്കുക. എഫ് ഓഫ് ടി സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഈ സാധനം പഠിച്ചു വെക്കുന്നിടത്താണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടിയുടെ ഇക്വേഷൻ നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ പേപ്പറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുണ്ട്. ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി എന്താണ്? ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി. ഇത് ഇങ്ങനെ തന്നെ എഴുതണം നിർബന്ധമില്ല, അത് വേണമെങ്കിൽ തിരിച്ചു എഴുതാം. അതായത് എഫിനുള്ളിൽ ടി മൈനസ് യു കയറ്റിട്ട് ജിക്കുള്ളിൽ യു ആക്കാം. അതായത് ഇത് ഓൾവേസ് നമുക്ക് ഇതെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to t ഓർ എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. ഇതിന് ഈക്വൽ ആണെന്നല്ല, ഓർ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് ജി മൈനസ് യു എന്ന് കൊടുത്തു, എഫ് ഓഫ് ടി മൈനസ് യു എന്ന് കൊടുത്തിട്ട് എഫ് ഓഫ് ടി മൈനസ് യു എന്ന് കൊടുത്തിട്ട് ജി ഓഫ് യു എന്ന് കൊടുത്താലും മതി. അതായത് ടി മൈനസ് യു അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ആക്കാം. ഷിഫ്റ്റ് ആക്കാം എന്നല്ല, ആർക്ക് വേണമെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ആൻസർ ഒക്കെ സെയിം ആയിരിക്കും. എഫ് ഓഫ് ടി മൈനസ് യു ഇൻറ്റു ജി ഓഫ് യു നോക്കാം. ഓക്കെ, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു യു ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പൊ ഇവിടെ നമുക്ക് 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് അവസാനിപ്പിക്കാം. ഓക്കെ, സോ 7 മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഇപ്പം ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇതേ പാറ്റേണിൽ തന്നെ അങ്ങ് ചെയ്തേക്കുക, ഒരു കൺഫ്യൂഷനും വേണ്ട. അടുത്ത ഒരെണ്ണം ഹോംവർക്ക് ആയിട്ടും കൂടെ തരാം കേട്ടോ. Using convolution theorem, find the inverse Laplace transform of 1 by s square into s square plus 4. അതായത് L inverse of 1 by s square into s square plus 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നേരിട്ട് ചെയ്യാൻ നമുക്കറിയാം, പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കൺവല്യൂഷൻ തിയറം ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരെണ്ണം 1 by s square എന്ന് പറഞ്ഞ സാധനം, പിന്നെ 1 by s square plus 4. ഇത് തമ്മിൽ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് ഈ സാധനം തന്നെയല്ലേ കിട്ടുന്നത്. ഇതിനെ രണ്ടായിട്ട് ഇങ്ങനെ ഇൻറ്റു ഇട്ട് എഴുതാം. ഓക്കെ, ആദ്യം കാണുന്ന ആളാണ് നമ്മുടെ എഫ് ഓഫ് എസ്. ആദ്യം കാണുന്ന ആൾ എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by s square. രണ്ടാമത് കാണുന്ന ആളാണ് ജി ഓഫ് എസ്. ജി ഓഫ് എസ് ആരാണ്? 1 by s square plus 4. അപ്പം അത് രണ്ടും നമുക്ക് ഇൻവേഴ്സ് അറിയാവുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ ഉടനെ തന്നെ എഫ് ഓഫ് ടി എടുക്കാം. ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1 by s square. ജി ഓഫ് ടി എടുക്കാം, എന്താണ്? സൈൻ 2t by 2 അല്ലേ?
സൈൻ 80 ബൈ എ ആണ് 1/s² പ്ലസ് എ സ്ക്വയറിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ സൈൻ 2t ബൈ 2 എന്ന് വരും. ഓക്കെ ആണല്ലോ? സൈൻ 2t ബൈ 2. അപ്പോൾ എഫ് ഓഫ് ടി ആയി ജി ഓഫ് ടി ആയി. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്താണെന്ന് പഠിച്ചു നമ്മൾ പുറത്ത്. എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ആണ് എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി. എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി. എഫ് ഓഫ് ടി കൺവോൾവ് വിത്ത് ജി ഓഫ് ടി എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി. എന്താണ് വരിക? എഫ് ഓഫ് ടി കൺവല്യൂഷൻ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 0 ടു ടി, ഇന്റഗ്രൽ 0 ടു ടി. ഇനി നമ്മൾ ആലോചിക്കുക, ആരെ നമ്മൾ ടി മൈനസ് യു കൊടുക്കും. ഇവിടെ വെറും ടി ആണ് ടി മൈനസ് യു കൊടുക്കാൻ പ്രാപ്തനായിട്ടുള്ള ആള്. സൈനിനകത്ത് ടി മൈനസ് യു കൊടുത്താൽ പിന്നെ അത് ഓപ്പൺ ചെയ്തൊക്കെ അലമ്പാക്കേണ്ടി വരും. ഇപ്പൊ വെറും ടി ഉണ്ടെങ്കിൽ അപ്പൊ അത് ചൂസ് ചെയ്യുന്നിടത്ത് ഒരു ബ്രില്യൻസ് ഉണ്ട്. ഏതാണോ എളുപ്പമുള്ളത് അയാളെ ടി മൈനസ് യു ആക്കുക, മറ്റേ ആളെ എഫ് ഓഫ് യു ആക്കി തന്നെ നിർത്തുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് രീതിയിലും ചെയ്യാന്നുള്ളത്. എഫ് ഓഫ് യു എന്നുള്ളത് എഫ് ഓഫ് ടി മൈനസ് യു ആക്കി വേണമെങ്കിലും എടുക്കാം. അപ്പൊ അറ്റ് ദ സെയിം ടൈം മറ്റേത് ജി ഓഫ് യു ആവും. എഫ് ഓഫ് യു എടുത്താൽ അറ്റ് ദ സെയിം ടൈം മറ്റേത് ജി ഓഫ് ടി മൈനസ് യു ആവും. അപ്പൊ അതിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ബ്രില്യൻസ് ആണ്. എളുപ്പത്തിൽ കിട്ടുന്ന ആരാണോ അയാളെ ചൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ടി മൈനസ് യു ആക്കുന്നതാണ് എളുപ്പം. സൈനകത്ത് കയറി ടി മൈനസ് യു ആക്കി കഴിഞ്ഞാൽ സൈൻ ഓഫ് എ മൈനസ് ബി ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. ശരിയല്ലേ? സോ അപ്പം അത് ജി ഓഫ്, അപ്പൊ ഞാൻ എങ്ങനെ എഴുതാണ്? ജി ഓഫ് യു ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് യു എന്നാക്കുകയാണ്. കാരണം എഫ് ഓഫ് ടിയിൽ ടി മൈനസ് യു കൊണ്ടുവരാനാണ് എനിക്ക് എളുപ്പം. ഡി യു ഇതിന് ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഫൈനൽ സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 ടു ടി ജി ഓഫ് യു എന്നുള്ളത് എന്ത് വരും? സൈൻ 2u ബൈ 2 എന്ന് വരും. ശരിയല്ലേ? സൈൻ 2u ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. എഫ് ഓഫ് ടി മൈനസ് യു എന്നുള്ളത് ടി മാറ്റിയിട്ട് എന്താക്കുക? ടി മൈനസ് യു ആക്കുക. സോ ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ ആൻസർ ആയി. അവിടെ ആ 1/2 എന്നുള്ളത് ഇങ്ങോട്ട് പുറത്ത് നിർത്താം. ഇന്റഗ്രൽ 0 ടു ടി 1/2 പുറത്ത് നിർത്തിയാൽ ബാക്കി ടി മൈനസ് യു ഇൻറ്റു സൈൻ 2u ഡി ടി എന്നാണ് ആൻസർ വരിക. ഇവിടെ നമുക്ക് എന്തുപയോഗിക്കാം? പ്രോഡക്റ്റ് റൂൾ ഇൻ ഇന്റഗ്രേഷൻ അല്ലെ? ഇന്റഗ്രേഷനിലെ പ്രോഡക്റ്റ് റൂൾ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് ഉപയോഗിക്കാം. 1/2 ഇൻറ്റു ഇന്റഗ്രൽ യു വി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. യു വി 1 മൈനസ് യു ഡാഷ് വി 2 പ്ലസ് യു ഡബിൾ ഡാഷ് വി 3 മൈനസ് എക്സെട്ര. യുവിന്റെ ഈ യു നേരെ ഇങ്ങോട്ട് പിടിച്ചിടുക. യുവിന്റെ ഡെറിവേറ്റീവ് യു 1, ഇവിടെ നമ്മൾ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നത്. ഈ യു ഡാഷിന്റെ ഡെറിവേറ്റീവ് യു ഡബിൾ ഡാഷ്. വി 1ന്റെ ഇന്റഗ്രൽ ആണ് വി 2, വി 2ന്റെ ഇന്റഗ്രൽ ആണ് വി 3 എന്ന് പറയുന്നത്. അപ്പോൾ വി 1 വി 2 വി 3 എന്ന് പറഞ്ഞ ഇന്റഗ്രൽസും യു ഡാഷ് യു ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ഡെറിവേറ്റീവ്സും ആണ്. നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിലൊക്കെ ഒരുപാട് യൂസ് വരുന്നതാണ് അല്ലേ? സോ അപ്പൊ എന്താണ് വരിക? ടി മൈനസ് യു ഇൻറ്റു, സോ ഇവിടെ യുവും ടിയും ബിഫോർ ഇന്റഗ്രേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡിന്റെ എക്സ്റ്റെൻഡഡ് വെർഷൻ ആണിത്. ലെബനിസ് അല്ലല്ലോ, ലെബനിസ് nth ഡെറിവേറ്റീവ് ആണ്. ഇന്റഗ്രല് ബെർണോളി കണ്ടുപിടിച്ച ബെർണോളിസ് ഇക്വേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ആദ്യം കാണുന്ന ആള് ഇപ്പൊ ഐലേറ്റ് എന്ന് പറഞ്ഞ ഒരു റൂൾ ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, എക്സ്പോണൻഷ്യൽ, ഓൾജിബ്രായിക്ക്, അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് ഇത് ചെയ്യുന്നതിന്. ഐലേറ്റ് എന്ന് പറയും. ഈ ഓർഡറിലാണ് ചെയ്യുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, ഓൾജിബ്രായിക്ക്, ട്രിഗണോമെട്രിക്, എക്സ്പോണൻഷ്യൽ. ഓക്കെ, അപ്പൊ ഈ ഓർഡറിലാണോ എന്നുള്ളത് നോക്കണം യു വി റൂൾ ചെയ്യുന്നതിന് മുമ്പ്. ഇപ്പം ഈ എന്താണ് ഓൾജിബ്രായിക്ക് കഴിഞ്ഞിട്ടാണ് ട്രിഗണോമെട്രി അല്ലെ? ഓൾജിബ്ര കഴിഞ്ഞിട്ടാണ് ട്രിഗണോമെട്രി വരുന്നത്. ഇപ്പൊ പ്രശ്നമില്ല. ടി മൈനസ് യു ഓൾജിബ്രായിക്ക് ആണ്, സൈൻ 2u ട്രിഗണോമെട്രിക് ആണ്. ഇപ്പൊ ഓൾജിബ്ര കഴിഞ്ഞിട്ടാണ് ട്രിഗണോമെട്രി വരുന്നത്. സോ ഓർഡർ പ്രകാരമാണ് കിടക്കുന്നത്. അപ്പൊ ഇനി ഓർഡർ മാറ്റാൻ പോകണ്ട, ഡയറക്ട്ലി ഗോ വിത്ത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഓർ യു വി റൂൾ. ഫസ്റ്റ് ഇൻറ്റു ടി മൈനസ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈൻ 2uന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് 2u ഡിവൈഡഡ് ബൈ 2 മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ്, ഇപ്പൊ യു വി 1 ആയി. ഇനി യു ഡാഷ് ടി മൈനസ് യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു ആണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോണേ, വിത്ത് റെസ്പെക്ട് ടു യു ആണ്. ഞാൻ അറിയാണ്ട് ടി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്ര ഇന്റഗ്രൽ ഡി യു ആണ്. ഇപ്പുറത്ത് ഫോർമുല കറക്റ്റ് ആണ്. യെസ്, ഡി യു. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് യു വി 1 മൈനസ് യു ഡാഷ് ടി മൈനസ് യുവിന്റെ ഡെറിവേറ്റീവ്, ടിയുടേത് 0 ആണ്, മൈനസ് യുവിൻ്റെത് -1 വരും. ഇനി വി 2 എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ആളുടെ ഇന്റഗ്രൽ മൈനസ് ഉണ്ട്. കോസിന്റെ ഇന്റഗ്രൽ സൈൻ 2u
ഡിവൈഡഡ് ബൈ ഒരു 2 വരും. ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. രണ്ട് 2 കൂടെ ചേർന്നിട്ട് 4 ആവും. ഇനി അടുത്തത് -1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇനി മുന്നോട്ട് പോകണ്ട. ഓവർ ദ ലിമിറ്റ് 0 to t. സോ 1/2 ഇൻറ്റു, വേണമെങ്കിൽ ഇതൊന്ന് ഷോർട്ട് ആക്കി ഇടാം. ഒരു മൈനസ് ഉണ്ട്, t മൈനസ് യു ഉണ്ട്, കോസ് 2u ഉണ്ട്, കോസ് 2u ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 ഉണ്ട്. ഇവിടെ 3 മൈനസ് ഉണ്ട്. 3 മൈനസിന്റെ നെറ്റ് എഫക്റ്റ് മൈനസ് ആണ്. സൈൻ 2u/4 അല്ലെ. രണ്ട് മൈനസ് ചേർന്ന് ഒരു പ്ലസ് ആവും. ഒരു പ്ലസ് മൈനസും ചേർന്ന് എഗൈൻ മൈനസ് ആവും. 0 to t. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ t മൈനസ് ടി എന്ന് വരും. അത് 0 ആണ്. ഇനി ഇവിടെ മൈനസ് സൈൻ 2t/4 ഉണ്ടാവും. ലോവർ ലിമിറ്റ് കൊടുത്താൽ മൈനസ് ഓഫ് t മൈനസ് 0 എന്നുള്ളത് t വരും. കോസ് 2 ഇൻറ്റു 0 കോസ് 0 എന്ന് വരും ബൈ 2. സൈൻ 0 0 ആണ്. അപ്പോൾ മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് വരിക? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും. അപ്പർ ലിമിറ്റ് മൈനസിന്റെ മൈനസ് ആണിത്. ഓൾറെഡി ഇവിടെ തുടക്കത്തിൽ ഒരു മൈനസ് ഉണ്ടല്ലോ, അത് ഇടാൻ മറന്നു പോരുതേ. സോ 1/2 ഇൻറ്റു ഒരു മൈനസ് സൈൻ 2t/4 ഉണ്ട്. പിന്നെ രണ്ട് മൈനസ് ചേർന്ന് പ്ലസ് ടി ആവും. കോസ് 0 1 ആണ് ബൈ 2. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് സോൾവ് ആക്കി ഇടാം. 1/2 ഇൻറ്റു ഒരു 1/2 ഇങ്ങോട്ട് പുറത്തെടുക്കാം. എന്നിട്ട് പ്ലസ് ടി ആദ്യം എഴുതാം. മൈനസ് സൈൻ 2t/2 രണ്ടാമത് എഴുതാം. അപ്പോൾ ഇവിടെ ഒരു 1/4 ആവും. ക്രോസ് ചെയ്താൽ 2t മൈനസ് സൈൻ 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ആ 2 ഇൻറ്റു 4 എന്നുള്ളത് 8 ആക്കാം. സോ 1/8 ഇൻറ്റു 2t മൈനസ് സൈൻ 2t ആണ് ഫൈനൽ ആൻസർ വരിക. ഇവിടം വരെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് സന്തോഷമാണ്. 7 മാർക്ക് അവർ ഈസി ആയിട്ട് അങ്ങോട്ട് ഇട്ട് തരും. ഓക്കെ, ഇവിടം വരെ എഴുതണം. പക്ഷേ എഴുതണം എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ. കൺവല്യൂഷൻ തിയറം ഉപയോഗിച്ചിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ്. ഇതൊന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ ആൻസർ വേണമെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യമേ നമ്മൾ f(s) ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് s/s-1 അല്ല, 1/s-1 ആണ്. കാരണം എസിനെ രണ്ടാമത്തെ ആളുടെ കൂടെ വിട്ടാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ്? കോസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് s/s²+4. ഇപ്പൊ g(s) ആയിട്ട് എന്ത് ചൂസ് ചെയ്യുക? s/s²+4 ചൂസ് ചെയ്യുക. അപ്പൊ അവിടുന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? f(t)യും കിട്ടും, f(s)ഉം കിട്ടും അല്ലെ. f(t) എന്താണ് വരിക? e⁻t ആണ് വരിക അല്ലെ. e⁻t യുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് 1/s-1. g(t) എന്നുള്ളത് എന്ത് വരും? cos 2t അല്ലെ, cos 2t. ഇനി f(t) കൺവല്യൂഷൻ g(t) നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ഞാൻ എഴുതിയേക്കാം. 1/5 ഇൻറ്റു 2 സൈൻ 2t മൈനസ് കോസ് 2t പ്ലസ് e⁻t/5. ഇത് ഫൈനൽ ആൻസർ ആണ് കേട്ടോ. ഫൈനൽ ആൻസർ ആണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഡു ഇറ്റ് ആസ് എ ഹോംവർക്ക്.